കർത്താവെ സ്തോത്രം, സ്തുതിക്കുന്ന യേശുവേ. ഹല്ലേലൂയ. തിരുസന്നിധിയിൽ കർത്താവെ ഞങ്ങൾ കടന്നു വരികയാണ് കർത്താവെ. ഹല്ലേലൂയ. നീ സന്ധ്യാസമയവും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കർത്താവ് ഒന്നിച്ച് കൂടുവാനും കർത്താവെ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനും അങ്ങിൽ നിന്ന് കേൾക്കുവാനും കർത്താവെ അടിയങ്ങൾ കർത്താവെ കടന്നു വന്നിരിക്കുകയാണ് കർത്താവെ. യാത്രകളിലായിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും കർത്താവെ അവരുടെ കൂടെ കർത്താവിൻ്റെ കൃപയും കരുണയും പ്രൊട്ടക്ഷനും ഞങ്ങൾ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. വി പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ ലോർഡ്. കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ, മഹത്വപ്പെടുത്തുന്ന രാജാവെ. ഹല്ലേലൂയ. അങ്ങ് നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവെ അങ്ങയുടെ അത്ഭുത നാമത്തെ കർത്താവെ ഞങ്ങളിന്ന് ഉയർത്തുകയാണ് കർത്താവെ. എത്ര സ്തുതിച്ചാലും മതിവരാത്ത എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഹല്ലേലൂയ കർത്താവെ അങ്ങയുടെ അത്ഭുത നാമത്തെ ഉയർത്തുവാൻ കർത്താവെ ഞങ്ങൾക്ക് നൽകിയ കർത്താവെ നല്ല സമയത്തെ ഓർത്ത് കർത്താവെ നന്ദി കരേറ്റുന്നു കർത്താവെ. ആ മഹാഭാഗ്യം കർത്താവെ അങ്ങയെ സ്തുതിക്കുവാൻ അയോഗ്യത കർത്താവെ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്തുകൊണ്ട് കർത്താവെ. Hallelujah Lord, we praise you Jesus. അല്പനേരം അന്യഭാഷകളൊന്ന് സ്തുതിച്ചാട്ടെ. Hallelujah. Hallelujah. We praise you Jesus. നമ്മുടെ സകല പ്രശ്നങ്ങളെയും സകല ഭാരത്തെയും എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ. Hallelujah Lord, we praise you Jesus. എല്ലാം എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഫ്രീ ആയിട്ട് എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ സന്നിധിയിലൊന്നായിരിക്കട്ടെ. ഹല്ലേലൂയ. അവൻ്റെ ശബ്ദമൊന്ന് കേട്ടാട്ടെ. ഹല്ലേലൂയ ലോർഡ്. അവൻ്റെ സാന്നിധ്യമൊന്ന് അനുഭവിച്ചാട്ടെ. ഹല്ലേലൂയ യേശുവേ. അവിടെ വലിയ സാന്നിധ്യത്തെ കർത്താവ് ഞങ്ങൾ ചോദിക്കുക. Hallelujah. യേശുവേ. Hallelujah. Hallelujah. We praise you Jesus. എൻ്റെ യേശു ഉന്നതനായതിനാൽ ഹല്ലേലൂയ, അത്യുന്നതനായതിനാൽ അവൻ്റെ നാമത്തെ പോൽ വേറൊരു നാമമില്ലാത്തതിനാൽ ഹല്ലേലൂയ. എൻ്റെ യേശു അത്ഭുതവാനായതിനാൽ ഹല്ലേലൂയ, അതിശയവാനായതിനാൽ ഹല്ലേലൂയ. അവൻ്റെ നാമത്തെ നമുക്കൊന്നിച്ച് ചേർന്ന് വാഴ്ത്തി പുകഴ്ത്താം. ഹല്ലേലൂയ. നന്മയല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ യേശു ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. We praise you Jesus. അത്ഭുതവാനായ ദൈവത്തെ ഹല്ലേലൂയ നമ്മളെ തന്നെ പൂർണ്ണമായി അവൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ. അവൻ നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട്, അവൻ നമ്മളെ കരുതിയ കരുതലിനെ ഓർത്തുകൊണ്ട് എത്ര സ്തുതിച്ചാലും മതിവരാത്ത ആ ദൈവത്തിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ നീ മാത്രമൻ. ഹല്ലേലൂയ. അത്ഭുതവാനായ ദൈവത്തെ, അത്ഭുതവാൻ, അതിശയവാൻ നീ മാത്രമെന്തേ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ,
നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ. നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ. നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ. നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ. അവൻ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നീനച്ചിടുമ്പോ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നീനച്ചിടുമ്പോ സ്തുതിക്കുവാനായിരം നാവ് പോരായേ. എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ. എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അത്ഭുത, ആമേൻ. അതിശയവാൻ നീ മാത്രം. അതെ, അങ്ങ് മാത്രം എൻ്റെ ദൈവം. യെസ്. അത്ഭുതവാൻ, അതിശയവാൻ മാത്രമേ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ. നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ. നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ. നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ. ഹല്ലേലൂയ. വ്യാപരിച്ചല്ലോ. ഉന്നതനായ ദൈവത്തിന് സകല മഹത്വം ഒന്ന് കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ. അങ്ങെപ്പോലെ കർത്താവേ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അത്ഭുതവാൻ, ആമേൻ. അതിശയവാൻ നീ മാത്രമെൻ. എൻ്റെ യേശു നമ്മളെ നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട്, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ നടത്തിയ വഴികൾ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം
സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ ലോർഡ്. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ. ഹല്ലേലൂയ ലോർഡ്. ആമേൻ. അങ്ങ് അത്ഭുതവാൻ, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഹല്ലേലൂയ ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ നടത്തിയ വഴികളെ ഓർത്ത് കർത്താവേ, അങ്ങയുടെ അത്ഭുത നാമത്തെ ഞങ്ങളിന്ന് ഉയർത്തുകയാണ് കർത്താവേ. എൻ്റെ യേശു അങ്ങെന്നും നല്ലവനായതിനാൽ ഹല്ലേലൂയ. We praise you Jesus. കർത്താവേ, സകല മഹത്വവും സകല പുകഴ്ചയും കർത്താവേ അങ്ങിലേക്ക് കരയറ്റുകയാണ് കർത്താവേ. We praise you Jesus. എൻ്റെ യേശു എന്നും നല്ലവൻ, എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ, എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം. ഹല്ലേലൂയ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിൽ. ആമേൻ. ഹല്ലേലൂയ. സാരമില്ലെന്നോതിടും തൻ. ഹല്ലേലൂയ. ആ നല്ലവനായ ദൈവത്തെ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്താ. ഹല്ലേലൂയ. തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. രാവിലും പകലിലും ചേലൊടു തൻ പാലനം. രാവിലും പകലിലും ചേലൊടു തൻ പാലനം. ഭൂവിയിലെനിക്കുള്ള ദീന മാലിനില്ല കാരണം. ഭൂവിയിലെനിക്കുള്ള ദീന മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും
അന്യ ഉലകവയിൽ കൊണ്ടു ഞാൻ വാടിവി. ഹല്ലേലൂയ. യെസ്, ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗ്യ. ആമേൻ. ഹല്ലേലൂയ. തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്ത്. ഹല്ലേലൂയ. എന്നും നല്ലവൻ യേശുവെന്നും പ്രഭാഷിക്കിരിതിരി. ഇന്നലെയും എന്നുമെന്നും അന്യനല്ലവൻ യേശു. ഇന്നലെയും രാത്രിയിലും മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ നടുവിൽ അങ്ങുള്ള കൃപക്കായി സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. പിതാവ്, ഞങ്ങൾ വീണ്ടും കടന്നു വരികയാണ്. കർത്താവ്, ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം മാംസമാക്കി തരുവാൻ ഞങ്ങൾ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് വന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. കർത്താവ്, അങ്ങയുടെ വചനം ഗ്രഹിപ്പാൻ തക്കവണ്ണം ഓടി വന്നിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇത് അന്ത്യകാലമാകുകയാൽ അങ്ങയോട് പറ്റിച്ചേർന്നിരിപ്പാൻ, സഭയോട് പറ്റിയിരിപ്പാൻ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും ഞങ്ങളെ അതിനായി അങ്ങ് ഒരുക്കുന്ന കൃപക്കുമായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവിടെ വന്ന എല്ലാവരും ഒരു വിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ ഞാൻ സ്വർഗ്ഗത്തോട് യാചിക്കുകയാണ്. കർത്താവെ, ഇന്ന് കർത്താവ് ഞങ്ങളുടെ കുറവുകളൊക്കെ അവിടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങളെല്ലാം അവിടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവിടുത്തെ രക്തത്തിൽ, പുത്രൻ്റെ രക്തത്തിലൊക്കെ ഞങ്ങൾ ആശ്രയിച്ച് കഴുകുവാൻ, അത് ശുദ്ധീകരിപ്പാൻ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ആ വാക്തം ഞങ്ങളുടെ കൂടെയുള്ള കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാം കുറച്ച് നാളുകൾ ഏറെയായി കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം നിത്യത മുതൽ നിത്യത വരെ എന്നൊരു മാറ്റമില്ലാത്ത ദൈവവചനമായിരുന്നു. ഞങ്ങൾ തുടങ്ങി വെച്ചതല്ലേ, ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്ന നിവൃത്തിക്ക് വേണ്ടി ദൈവം തൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചു. ബൈബിൾ വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും തുടങ്ങി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനർത്ഥം ആദിക്ക് മുമ്പ് അനാദിയുണ്ടെന്നും ഈ ഭൂമിയുടെ ബൈബിൾ പറയുന്നത് ഞാൻ ആദിനും അന്തവുമാകുന്നു, ആ അന്തത്തിനപ്പുറം ഒരു അനന്തതയുണ്ടെന്നും വേദവസ്തം പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിനപ്പുറം, ആദി തൊട്ട് അന്തം വരെയിരിക്കുന്ന ഈ ലോകത്തിനപ്പുറം 2 ലോകമുണ്ട്. ഒന്ന് അനാദിയും, 2 അനന്തമായിരിക്കുന്ന മറ്റൊരു ലോകം. ഈ സമയപരിധി, ഈ 7000 വർഷം മാത്രം ആയുസ് ഉള്ള ഈ ഭൂമിക്കകത്ത് ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. നിത്യരായ ദൈവത്തിനോട് ജീവിക്കുവാൻ ദൈവം മനുഷ്യൻ നമ്മെ വിളിച്ചിരിക്കുന്നു, അല്ലേ? നമ്മുടെ നിത്യത തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ നിത്യതയ്ക്ക് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ നിത്യനായ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്, ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ നാം എന്തായി തീരുമെന്ന് 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം അതിന് 2-3 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിവായിട്ടില്ല. നമ്മുടെ വിശ്വാസ ജീവിതമാണെന്ന് ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങൾ അവൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്താൽ മാത്രമാണ് നമ്മുടെ എല്ലാം ഇന്നിവിടെ ആയിരിക്കുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഈ തുടങ്ങി വെച്ച എല്ലാം അവസാനിക്കും. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ആ ഒരു വിശ്വാസ ജീവിതവും ഒരു വിശ്വാസ പ്രമാണവും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ വിശ്വാസം, വിലയേറിയ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം, അപ്പോസ്തലന്മാരുടെ വിശ്വാസം എന്നൊക്കെ പറയുന്ന പ്രത്യേകമായ ഒരു വാക്കുകൾ ആവർത്തിച്ച് നമ്മുടെ ലേഖനങ്ങളിൽ കാണാൻ കഴിയും. അത്രമാത്രം വിലയേറിയ വിശ്വാസമാണ് ദൈവം നമ്മെ വിളിച്ചപ്പോൾ തന്നിരിക്കുന്നത്. അത് നമ്മെ സ്വർഗത്തോളം എത്തിക്കാൻ കഴിവുള്ള വിശ്വാസമാണ്. നമ്മെ ദൈവപുത്രനാക്കി മാറ്റാൻ കഴിയുന്ന വിശ്വാസമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ രക്ഷിച്ച് വെറുതെ നിർത്തുകയല്ല, നമുക്ക് അവൻ പകർന്നു തന്നിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വിശ്വാസമാണെങ്കിൽ വഴിയാത്രയിൽ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. നമ്മുടെയൊക്കെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. പരിപാടി പണ്ടേ കെട്ടിപ്പൂട്ടി പോയനെ. അവിടുന്ന് നൽകിയ ആ വിശുദ്ധ വിശ്വാസം, വിലയേറിയ വിശ്വാസം, അല്ലേ, അപ്പോസ്തലന്മാരുടെ വിശ്വാസം എന്നൊക്കെ പറയുന്ന ആ വിലയേറിയ വിശ്വാസം അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയത് കൊണ്ടാണ് നമ്മളിന്ന് നിൽക്കുന്നത്. കൃപയാൽ ഇന്ന് നമുക്ക് തള്ളിക്കളയാൻ അവസരമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ നിത്യത ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ നിത്യത ഇവിടെ ആരംഭിച്ചവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ആ നിത്യത നമ്മൾ എവിടെ കഴിക്കുമെന്നുള്ള ചോദ്യം നമുക്കുണ്ട്.
രണ്ട് നിത്യതയുണ്ട്. ഒന്ന് സ്വർഗത്തോടു കൂടി നിത്യമായി, അല്ലെങ്കിൽ ദൈവത്തോടു കൂടി നിത്യമായി വാഴുക, അതല്ലെങ്കിൽ പിശാചിനോട് കൂടി നിത്യത പങ്കിടുക നരകത്തിൽ. എന്താണെങ്കിലും നമുക്ക് പഠിച്ചതാ എവർലാസ്റ്റിംഗ് ഡാർക്ക്നെസ് എന്നും എവർലാസ്റ്റിംഗ് ലൈറ്റ് എന്നും നമ്മൾ കണ്ടതാ. അപ്പോൾ ഈ രണ്ട്, എവിടെയെങ്കിലും ഈ രണ്ട് ഡെസ്റ്റിനേഷൻ അല്ലേ, എവിടെയെങ്കിലും ഈ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെട്ടാൽ മാത്രം, എവിടെയെങ്കിലും എത്തിപ്പെട്ടിരിക്കും. നമ്മൾ എവിടെയാണെങ്കിലും ഒരിടത്ത് നമ്മുടെ ജീവിതം എത്തിപ്പെട്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസ പ്രമാണവും വിശ്വാസവും അത് മരണം വരെ അതിനുവേണ്ടി പോരാടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പത്രോസ് ലേഖനം പറയുന്നു, നമുക്ക് വിശ്വാസത്തിന് പോരാട്ടം അല്ലേ, വിശ്വാസത്തിന് ഒരു പോരാട്ടമുണ്ടെന്നും അത് മാത്രമല്ല ആ വിശ്വാസം നമ്മെ പൂർണ്ണനാക്കുമെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് വിശുദ്ധ വിശ്വാസമെന്ന വേറെ പലയിടത്തും പല ട്രാൻസ്ലേഷനും പറഞ്ഞിരിക്കുന്നത്. എന്തുമാകട്ടെ, ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തിൻ്റെ മക്കളാൻ വേണ്ടിയാണെന്ന് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു വെളിപ്പാട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പാടാകുന്നില്ലെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുന്നത് കൊണ്ടും ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടും ചർച്ചിൽ വരുന്നത് കൊണ്ടും ഒന്നും കാര്യമില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളായി തീരാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ ആഴങ്ങളിൽ പതിക്കണം. അതുകൊണ്ട് റോമർക്ക് ലേഖനം 8-ാം അധ്യായം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നീ ദൈവത്തിൻ്റെ മകൾ, നീ ദൈവത്തിൻ്റെ മകൻ എന്ന് നമ്മോട് എപ്പോഴും സംസാരിക്കുന്നു ആത്മാവിൽ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മീയ മനുഷ്യനായതുകൊണ്ട് ആ സ്വരം കേൾക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് നാം ജഡത്തിലേക്കൊക്കെ വീണു പോകുന്നത്. ആത്മാവിനെ കേട്ടനുസരിക്കാൻ പഠിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പാപത്തിൽ വീണാൽ പോലും നമുക്ക് ചാടി എഴുന്നേറ്റ് വരാൻ കഴിയുമെന്നുള്ള സത്യം മറന്നു പോകരുത്. ഓക്കെ, മുന്നോട്ട് കടന്നു പോകാം. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തിൻ്റെ മക്കളായി തീരാൻ വേണ്ടിയ. അതാണ് അനാദിയിൽ ആകാശവും ഭൂമിയും നക്ഷത്ര സമൂഹങ്ങളും ഒന്നുമില്ലാതിരിക്കെ ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഉണ്ടായ സ്വപ്നം, ഹിതം, ഇഷ്ടം. ദൈവത്തിന് ഒരു പത്രം പുത്രിപത്രം വേണം. അന്ന് തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ അറിയാമായിരുന്നു നമ്മളൊക്കെ പാപം ചെയ്ത് ദൈവത്തെ വിട്ടു പോകുമെന്ന് അവൻ അറിയാമായത് കൊണ്ട് അവൻ തന്നെ ഏകനായ ദൈവം മൂന്നായി മാറിയതാ. അത് തന്നെ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അന്തം കഴിഞ്ഞ്, ഈ ബൈബിളിലെ അന്തം കഴിഞ്ഞ്, അല്ലെങ്കിൽ 7000 വർഷത്തെ പ്രൊജക്റ്റ് കഴിഞ്ഞ് അപ്പുറം കടന്നാൽ, അനന്ത നിത്യതയിലേക്ക് കടന്നാൽ, അവിടെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ സിംഹാസനങ്ങളിൽ ഇല്ല, സിംഹാസന കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനം. മനസ്സിലാവുന്നുണ്ടോ? മത്തായി 28-ാം അധ്യായം പഠിക്കുമ്പോൾ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമങ്ങളിൽ അല്ല, നാമത്തിൽ. അവിടേക്ക് ഈ ദൈവം ഏകനായി മാറുകയാണ്. ദൈവത്തിന് മനോഹരമായ പ്രൊജക്റ്റ് അവസാനിപ്പിച്ച് ഒരുപറ്റ മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി സ്വർഗം പങ്കിടുന്ന ദിവസം, നിമിഷങ്ങൾ. അതാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുമാകട്ടെ, ആ ഒരു വെളിപ്പാടിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അനാദിയിൽ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായ സ്വപ്നം, അതിനുവേണ്ടിയാണ് ദൈവം നമ്മൾ കണ്ടത്. അതിനുവേണ്ടി ദൈവം ആദ്യമായി ദൂതന്മാരെ ഉണ്ടാക്കി നമ്മൾ കണ്ടു, അല്ലേ? ആദ്യമായി ദൈവം ആരെ സൃഷ്ടിച്ചത്? ദൂതന്മാരെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാ? ദൈവത്തിനും ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന മക്കളെയും സേവ ചെയ്യാൻ വേണ്ടി ദൈവം ആദ്യം സൃഷ്ടിച്ചു. അതിനുശേഷം നക്ഷത്ര സമൂഹങ്ങളെ ദൈവം സൃഷ്ടിച്ചായിരുന്നു. ദൈവത്തിൻ്റെ വല്ലഭത്വവും മഹത്വവും വെളിപ്പെടുത്താൻ വേണ്ടിയാ, ഇല്ലേ? അത് വെറുതെ സൃഷ്ടിച്ചതല്ല. അതൊക്കെ നമ്മളെ വിളിച്ച ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം, അല്ലേ? നമ്മുടെ പിതാവ് ആരാണെന്ന മഹത്വം വെളിപ്പെടുത്താൻ അബ്രഹാമിനോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, അല്ലേ? ഈ യൂണിയൻകാർ പറയുന്ന പോലെ അല്ല, അല്ലേ? എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും എണ്ണാൻ കഴിയത്തില്ല. അത്ര വലിയ നക്ഷത്ര സമൂഹമാണ് നമ്മുടെ തലമേലുള്ളത്. കാരണം അതുപോലെ മൺതരി പോലെ ഒരു വലിയ തലമുറ ഇന്ന് ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, എന്തുമാകട്ടെ, ഞാൻ വിടുകയാ. ദൈവം അതിനിടയിൽ ദൈവം ഭൂമിക്ക് വൃത്തം വരച്ചു. അപ്പൊ ഇതെല്ലാം സൃഷ്ടിപ്പെല്ലാം കഴിഞ്ഞു. 6 ദിവസം ദൈവം സൃഷ്ടിച്ചു. 6-ാം ദിവസം ഉച്ചവരെ മൃഗങ്ങളെ സൃഷ്ടിച്ചു. ഉച്ചയ്ക്ക് ശേഷമായിരിക്കണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇല്ലെങ്കിൽ മനുഷ്യൻ പറഞ്ഞേനെ ഞാനും ദൈവവും കൂടിയാ സൃഷ്ടിച്ചെന്ന്. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലേ നമ്മളൊക്കെ. ദൈവം ഞാനേ കൂടി അല്ല, എല്ലാം കഴിഞ്ഞ് അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് കാണാൻ കഴിയും. എന്നിട്ടാണ് 7-ാമത്തെ ദിവസത്തിൽ ദൈവം മനുഷ്യരോടുകൂടെ സ്വസ്ഥതയിലേക്ക് കടന്നത്. ഇല്ലെങ്കിൽ ദൈവത്തിന് സ്വസ്ഥത പങ്കിടാൻ വേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ സ്വസ്ഥതക്ക് ഭംഗം വന്നുപോയി. ദൈവം അല്പമായി നിഴലായി ഇസ്രായേൽ മക്കൾക്ക് ആ സ്വസ്ഥത കൊടുത്തു, ശബ്ബത്ത് ആചരിച്ച്. ആ ശബ്ബത്തിനും ഭംഗം വന്നുപോയി. 70 വർഷം അവർ, അല്ലെങ്കിൽ 700 വർഷം അവർ ശബ്ബത്ത് ആചരിക്കാതെ കിടന്നതായിട്ടൊക്കെ വേദോസം പഠിപ്പിക്കുകയാണ്. ശബ്ബത്തിന് ഭംഗം പിന്നെയും ഭംഗം വന്നു. പിന്നെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തു എന്ന ശബ്ബത്തിലേക്ക്, അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ ശബ്ബത്തായി
ദൈവം അത് വെളിപ്പെട്ട് വന്നിരിക്കുക. ഇന്ന് നമ്മുടെയൊക്കെ റെസ്റ്റ് ക്രിസ്തുവിലാണ്. എന്ത് വകട്ടെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുപോകുകയാണ്. അപ്പോൾ ദൈവം ഭൂമിക്ക് വൃത്തം വരച്ചു. ആ ഭൂമിക്കകത്ത് സ്വസ്ഥതയിലേക്ക് നമ്മളെയും വിളിച്ചിരിക്കുക. ഓക്കെ, ആ ഭൂമിക്കകത്ത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ശേഷം സ്വർഗത്തിലായിരുന്ന ഒരു പറ്റം ദൂതന്മാർ, ലൂസിഫർ അല്ലെങ്കിൽ കെരൂബുകൾ എന്ന് പറയുന്ന ദൂതന്മാർ വീണുപോയതായിട്ട് നമ്മൾ കണ്ടായിരുന്നു. ആ വീണുപോയ കെരൂബുകളാണ് പിന്നീട് ഭൂമിയിൽ ദൈവങ്ങൾ ആയി മാറ്റപ്പെട്ടതെന്ന് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചു. അതുമാത്രമല്ല, ഭൂമിയെ തകർത്തു കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 1:1 പറയുന്നു, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും ആകാശമല്ല സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ 2-ാം വാക്യം പറയുന്ന ഭൂമി പാഴും ശൂന്യവുമായി പോയി. അതിനിടയിലാണ് ഇതുപോലെ ഒരു പറ്റം ദൂതന്മാർ ഭൂമിയിലേക്ക് വീണുപോയി ഭൂമിയെ തകർത്ത് കളഞ്ഞത്. കാരണം ഈ ഭൂമിയിലാണ് ദൈവത്തിൻ്റെ സ്വപ്ന നിവർത്തീകരണ കേന്ദ്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പഠിച്ചു 5 ഭൂമിയുണ്ടെന്ന് പഠിച്ചു. ഇതിപ്പോൾ കാണുന്ന ഭൂമി മാത്രമാണ്. അതിന് പുരാതന ഭൂമിയുണ്ട്, പഴശൂന്യായ ഭൂമിയുണ്ട്, ഇപ്പോൾ കാണുന്ന ഭൂമിയുമുണ്ട്. എന്തുമാകട്ടെ, എത്രയെങ്കിലും ഈ പിശാചുക്കൾ കൂട്ടരും വീണ ശേഷമാണ് ഭൂമിയെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. എന്നിട്ടാണ് ദൈവം 1-ാം അധ്യായം താഴേക്ക് പഠിക്കുമ്പോൾ ദൈവം എല്ലാം പുതുക്കി പണിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആ ഭൂമിയിലാണ് ദൈവം ആദ്യ പുരുഷനായ ആദത്തിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത്. അതേ ആദത്തിന്റെ മക്കളായിട്ട് നമ്മളെവിടെ ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ കണ്ടു പിശാചുക്കൾക്ക് വീണുപോയ ദൂതന്മാർക്ക് എന്ത് പറ്റിയെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഒരുപാട് കാര്യം നമ്മൾ കണ്ടു. സമയത്തെക്കുറിച്ച് കണ്ടു. ദൈവം 7 ദിവസം കൊണ്ട് ദൈവം എല്ലാം 6 ദിവസം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു. ഒരു ദിവസം ശബ്ബത്ത് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ 7 ദിവസം ദൈവത്തിൻ്റെ കണ്ണിൽ 7000 വർഷമാണ്. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് പല പ്രാവശ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇതോടുകൂടി ഭൂമിയിലെ സകല പ്രൊജക്റ്റും അവസാനിക്കുകയാണ്. പിന്നീട് ഒരു പ്രൊജക്റ്റുമില്ല. പിന്നീട് വരാൻ പോകുന്ന ഭൂമിയെല്ലാം നിത്യതയിലാണ്, സമയത്തിനകത്തല്ല. സമയത്തിന് ആദിയുണ്ട്, അന്തമുണ്ട്. വരാൻ പോകുന്ന നിത്യതയിലുള്ള പുതിയ ഭൂമിയിൽ അത് നിത്യമായിരിക്കുന്നത് കൊണ്ട്, സമയത്തിന് അധീനമായിരിക്കുന്നത് കൊണ്ട് അവിടെ സമയമില്ല. അവിടെയാണ് നമ്മുടെയൊക്കെ വാസം. കാരണം നമുക്ക് സമയമുണ്ട്, നമുക്ക് ആരംഭമുണ്ട്, അവസാനമുണ്ട്. എന്നാൽ അതിനപ്പുറം ഒരു ലോകമുണ്ട്. നമ്മൾ ജീവിക്കാൻ പോകുന്ന മനോഹരമായ ലോകം, അനന്തമായ ലോകം. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? വല്ലപ്പോഴൊക്കെ സ്വപ്നം കാണുക, ആ ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുക. നമ്മൾ അനന്തമായ ലോകം, ആ ലോകത്തിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സമയത്തിന് അധീനനായ ലോകം. മനസ്സിലാവുന്നുണ്ടോ? അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. നമുക്ക് കാണാൻ കഴിയും. ഈ സൃഷ്ടികളിലേക്ക് പിന്നിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു അദൃശ്യ ലോകമുണ്ട്. എബ്രായ ലേഖനം പഠിപ്പിക്കുന്നതാണ്. മനോഹരമായ പഠനമാണ് അതൊക്കെ. അദൃശ്യം ഇപ്പോഴും ഇവിടെ അദൃശ്യ ലോകമുണ്ട്. നമുക്ക് നമ്മുടെ ഈ കാണുന്ന കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ലത്. കാരണം ഇത് ദൃശ്യമായ ലോകമാണ്. അതുകൊണ്ട് അദൃശ്യമായ ലോകത്തെ നമ്മൾ കാണാൻ പഠിക്കണം. ഇപ്പോൾ തന്നെ ഇവിടെ ദൈവിക ദൂതന്മാരുണ്ട്. അപ്പോൾ തന്നെ വീണുപോയ പൈശാചിക ലോകമുണ്ട്. അപ്പോൾ തന്നെ ടിവിയുടെയൊക്കെ എന്താ പറയുന്നത്, റേഡിയേഷനാ, എന്താ പറയില്ലേ, എന്താ TV സിനിമകൾ പോകുന്നതിന് എന്താ പറയുന്നത്, കിരണങ്ങൾ അല്ലേ? കിരണങ്ങൾക്ക് ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്ന് ചാനലിങ്ങനെ റിമോട്ട് ഇത് ചെയ്യുമ്പോൾ ഓരോ സിനിമ വരുന്നു, ഓരോ കാര്യം വരുന്നു, ന്യൂസ് വരുന്നു. എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെയൊക്കെ കിരണങ്ങൾ എന്താ റേസ് എന്തൊക്കെ പറയും, വേറെ പേരെ പറയുന്നത്. അതെല്ലാം ഓൾറെഡി ഇവിടെയൊക്കെ ഉണ്ട്, മൊത്തത്തിലുണ്ടത്. നമ്മളതിനെ പിടിച്ചെടുക്കുകയാണ്. റിമോട്ട് വഴി പിടിച്ചെടുത്ത് TV-യിലേക്ക് ഇടുകയാണ് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെയും അദൃശ്യമായ മറ്റൊരു ലോകമുണ്ട് ഇവിടെ. നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അതിനെ കാണാൻ പതിയെ നമ്മളൊക്കെ വിശ്വാസത്താൽ കാണാൻ തുടങ്ങണം. അതൊക്കെ വെറും വിശ്വാസമല്ല. ചില ആൾക്കാർ പറയും, ഞാൻ ഇന്ന് രാവിലെയും കൂടി കർത്താവിനെ കണ്ടേയുള്ളൂ. അതല്ല, അതൊക്കെ വെറും പൈശാചികമാണതല്ല. നമുക്കിന്നൊരു വിശ്വാസ പ്രമാണം മാത്രമേ ഉള്ളൂ. വിശ്വാസത്തലല്ലാതെ നമുക്കിനി കർത്താവിനെ കാണാൻ കഴിയില്ല. നീ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്തോത്രം പറഞ്ഞ് നിങ്ങൾ മാത്രം വെച്ചാൽ മതി. ഇപ്പം ഒരു പുതിയ പരിപാടിയാ. മരിച്ചുപോയി നേരെ സ്വർഗവും നരകവും കണ്ട് ടൂറ് പോയിട്ട് കറങ്ങി ഇവിടെ വന്നിട്ട് ബുക്കെഴുത്താ. പിന്നെ എല്ലാ സഭയിലും കയറി ഇറങ്ങി നടങ്ങിയ പ്രസംഗമാണ് അല്ലേ? ഞങ്ങൾ ഇങ്ങനെ കണ്ടു, നരകത്തിൽ എന്താ പറയുക, പിശാച് അറുത്ത് വെച്ച് പിടിച്ച് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ, സ്വർഗത്തിൽ പൂക്കൾ വിരിയുന്ന മണം കണ്ടു.
ദൈവം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അത് വ്യക്തിപരമായി ദൈവത്തിന് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ മൗനമായിരിക്കുക, അത് നിങ്ങൾക്കോട് മാത്രമുള്ളതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും നിത്യത കിട്ടത്തില്ല. സ്വർഗത്തിൽ പോയതുകൊണ്ടൊന്നും നിത്യത കിട്ടത്തില്ല. ഫിലിപ്പോസിന് നമ്മുടെ തോമസ് ലീ എന്നാ അച്ചായൻ, നമ്മുടെ അച്ചായനിൽ തോമസ്, പുള്ളിയോട് പറഞ്ഞ് എന്താ പറഞ്ഞത്? കാണാതെ വിശ്വസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാണാതെ പിന്നെ എങ്ങനെ കാണേണ്ടത്? വിശ്വാസത്താൽ. എത്ര ഉയരങ്ങളിലാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിശ്വാസത്താൽ. ഇതിൽ പറയുന്നത് വിശ്വാസത്താൽ ജീവിക്കുന്നവൻ, അല്ലാതെ സ്വർഗം കണ്ടതൊന്നും രക്ഷിക്കപ്പെടുന്നില്ല കേട്ടോ. സ്വർഗം കണ്ടാലൊന്നും രക്ഷിക്കപ്പെടത്തില്ല. ഇനി രോഗസൗഖ്യം കിട്ടിയാലും രക്ഷിക്കപ്പെട്ടാലും നരകത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. ഇതെല്ലാം നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള ദൈവത്തിന്റെ മാർഗം മാത്രമേ ഉള്ളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലേ, ഇതെല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല. ഇതെല്ലാം നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുവാൻ, രക്ഷയിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന മാർഗങ്ങളാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ വിശ്വാസം രക്ഷിക്കപ്പെട്ടവരെ നിങ്ങളാ ഭാഗ്യവാന്മാർ. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവർ, വിശ്വാസത്താൽ ജീവിക്കുന്നവരാ യഥാർത്ഥമായ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ. കാരണം ഒന്നും കണ്ടിട്ടില്ല, കാണാതെ വിശ്വസിക്കുകയാണ്. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ ഇല്ലേ? പിന്നെ വിശ്വസിക്കുന്നുണ്ട്, ഈ പുസ്തകം വിശ്വസിക്കുന്നു, ഇതിലെഴുതിയ ഓരോ എഴുത്തുകൾ നമ്മൾ വിശ്വസിക്കുകയാണ്. കർത്താവ് പറഞ്ഞാൽ അത് ചെയ്യുമെന്നുള്ള വിശ്വാസം നമ്മുടെയൊക്കെ. പറഞ്ഞവൻ വരുമെന്ന് നമ്മളെ കൊണ്ടുപോകുന്നുള്ള വിശ്വാസം ഇല്ലേ? അതുകൊണ്ടല്ലേ നമ്മളൊക്കെ കഷ്ടങ്ങൾ സഹിക്കുന്നത്. നമ്മൾ ഓരോ കഷ്ടങ്ങളൊക്കെ സഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, എനിക്ക് നല്ലോണം അറിയാം. ജാതികൾക്കില്ലാത്ത, ജാതികളിൽ കാണാത്ത ഒട്ടനവധി കഷ്ടങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരാ നമ്മളെല്ലാവരും അല്ലേ? നമ്മളെല്ലാവരും തന്നെ ജാതികളിൽ പോലും അവർക്ക് പോലും ഇല്ലാത്ത ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ അവിടെയും നമുക്കൊരു പ്രത്യാശയുണ്ട്. ഒരു ദിവസം നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. കണ്ണുനീരില്ലാത്ത, പട്ടിണിയില്ലാത്ത, മുറവിളിയില്ലാത്ത ആ മനോഹരമായ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. ആ പ്രത്യാശയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടല്ലേ ഇവിടെ. ഹല്ലേലൂയ. അപ്പൊ എന്തുമാകട്ടെ, ഈ സമയപരിധി കഴിയുമ്പോൾ നമ്മളൊക്കെ, ഈ ലാസ്റ്റ് കടന്ന 1000 ആണ്ട് കഴിയുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് കടന്നു പോകുകയാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് പോകും നമ്മൾ. എന്നാൽ പോലും അതിൽ ചെറിയ ഇടവേളകൾക്ക് അതിനുണ്ട്. എന്തുമാകട്ടെ, പിന്നീട് സംസാരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു പോകുകയാണ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത് എടുത്തേക്കാം. തുടർന്ന് കർത്താവ് തൻ്റെ മനുഷ്യനെ സൃഷ്ടിച്ചു. നമുക്ക് കണ്ടായിരുന്നു, കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മനുഷ്യൻ ദൈവത്തെ വിട്ട് പാപം ചെയ്ത് ദൈവത്തെ വിട്ടു പോയി എന്നൊക്കെ നമ്മൾ കണ്ടു. തുടർന്ന് ദൈവം അവരെ 4000 വർഷം കഴിഞ്ഞ് അല്ലേ, അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക്, ഒരുവനെ ഭൂമിയിലേക്ക് അഴച്ചു. അവനിലൂടെ രക്ഷ ഒരുക്കി വെച്ചു. നമ്മളതൊക്കെ ആഴമായി കണ്ടു കഴിഞ്ഞ കാര്യമാണ് ഇല്ലേ? നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? 7 വർഷം പീഡനകാലത്തിന്റെ തൊട്ട് മുമ്പ് നിൽക്കുകയാണ്. റാപ്ചർ, വിശുദ്ധന്മാരുടെ എടുക്കപ്പെടൽ ഇങ്ങനെയാ. ഏകനായ ദൈവം, പ്രപഞ്ചം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നുമില്ല, ദൂതന്മാരില്ല. ഏകനായ ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്വപ്നമുണ്ടായി, എനിക്ക് എന്നെപ്പോലെയുള്ള ഒരുപറ്റ പുത്രിപുത്രന്മാർ. അതാണ് അവന്റെ സ്വരൂപവും സാദൃശ്യവും അല്ലേ, മനുഷ്യരെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ. ആ മനുഷ്യനെ സൃഷ്ടിക്കാൻ, അവന്റെ സ്വപ്ന നിവൃത്തിക്ക് വേണ്ടി ദൈവം ആദ്യ ദൂതന്മാരെ സൃഷ്ടിച്ചു, കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ. അതിനിടയിൽ ദൂതന്മാർ വീണുപോയി, വീണ്ടും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവത്തെ വിട്ട് പുറത്തുപോയി. വീണ്ടും മനുഷ്യനെ റിസ്റ്റോർ ചെയ്യാൻ, വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടി, പാപപരിഹാരം ചെയ്യാൻ വേണ്ടി രക്തത്താലല്ലാതെ വിമോചനമില്ല എന്ന ദൈവത്തിന്റെ തത്വം മറന്നു പോകരുത്. എബ്രായൻ ലേഖനം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണം, രക്തം ചീന്താതെ പാപത്തിന് വിമോചനമില്ല. ഇത് മറന്നു പോകരുത്. ഒരിക്കൽ മരണവും ന്യായവിധിയും ഏത് മനുഷ്യൻ തലമേലുള്ളതാ. ഇതൊന്നും വിട്ട് ഒരിക്കലും പോകത്തില്ല മനുഷ്യൻ. അതുകൊണ്ട് രക്തം ചീന്താതെ പാപത്തിന് വിമോചനമില്ല എന്ന് എബ്രായ ലേഖന കർത്താവ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പറഞ്ഞ കർത്താവ്, അതുകൊണ്ട് ദൈവം മനുഷ്യന്റെ പാപത്തിന് പരിഹാരം രക്തം ചീന്താൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരു മൃഗത്തിന്റെയും രക്തത്തിന് മനുഷ്യന്റെ പാപത്തെ വീടുവാൻ കഴിയത്തില്ല. കാരണം എന്താ പറ? എന്തുകൊണ്ട്? പഴയ നിയമത്തിൽ ഇസ്രായേൽ ആട്ടുകൊറ്റന്മാരെ, കളക്കിടാങ്ങളെയും അല്ലെ ഒക്കെ രക്തം ചീന്തി പാപത്തിന് മോചനം കൊടുക്കാമെന്ന് പറഞ്ഞ കർത്താവ് പുതിയ നിയമത്തിലെ എബ്രായനെ 10-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ, നിങ്ങൾ കഴിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളുടെ രക്തത്തിനൊന്നും മനുഷ്യന്റെ പാപത്തെ വീടുവാൻ കഴിയില്ല എന്ന് പറയുകയും 10-ാം അധ്യായത്തിൽ, എന്തുകൊണ്ടാണ് മനുഷ്യന്റെ പാപത്തിന്, മൃഗങ്ങളുടെ രക്തത്തിന് പാപപരിഹാരമാകില്ല എന്നതിന്റെ അർത്ഥം എന്താ?
ഇവിടെ പഠിച്ചിട്ടുണ്ട് ഞാനിത് വീണ്ടും വീണ്ടും ചോദിക്കുന്നതേ അതിൽ മർമ്മമുള്ളത് കൊണ്ടാ. എന്താ മറന്നു പോകരുത്. പഴയ നിയമത്തിലേക്ക് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നീ പാപം ചെയ്താൽ പാപത്തിന്റെ കാഠിന്യമനുസരിച്ച് ആട്ടുകുട്ടന്മാരെ കളക്കിടാങ്ങളെയൊക്കെ യാഗമർപ്പിക്കുക. നീ പാപം വീടി നീ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ എബ്രായ 10-ാം അധ്യായം പറയുന്നു, ഒരു മൃഗത്തിന്റെ രക്തത്തിന് മനുഷ്യനെ വിടുവിക്കാൻ കഴിയത്തില്ല. അപ്പൊ അവർ ചെയ്തൊക്കെ മണ്ടന്മാരായോ അവര്? അല്ല. പിന്നെന്താ? എന്തുകൊണ്ടാ? മൃഗങ്ങളൊക്കെ 2 ഭാഗമുള്ളൂ, മരങ്ങൾക്ക് 1 ഭാഗം വളരുന്ന ജീവൻ. ഞാൻ എത്രയോ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? വീണ്ടും പറയാം, കുഴപ്പമില്ല. മൃഗങ്ങൾക്കും പക്ഷിമൃഗാദി ഇഴജാതികൾക്കെല്ലാം വളരുന്ന ബോഡി ജീവനും ദേഹി ജീവനുമുണ്ട്. മനുഷ്യൻ ബോഡിയും ദേഹിയുള്ള മനുഷ്യനല്ല നമ്മൾ. നമുക്കൊരു എക്സ്ട്രാ ഒരു പോർഷൻ ഉണ്ട്, ആത്മാവ്. ആ 3 ഭാഗമുള്ള ഒരു മൃഗത്തിൻ്റെ രക്തത്തിനല്ലാതെ മനുഷ്യന്റെ പാപത്തെ വീടുവാൻ കഴിയത്തില്ല. അങ്ങനൊരു മൃഗം ഈ പ്രപഞ്ചത്തിലേ ഇല്ല. അങ്ങനൊരു മൃഗം ഈ പ്രപഞ്ചത്തിലേ ഇല്ല. ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ അങ്ങനെ മൃഗമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാ ദൈവം തന്നെ, ത്രിയേകനായ ദൈവം, പിതാപുത്രൻ പരിശുദ്ധാത്മാവായിരിക്കുന്ന പോലെ തന്നെ ദേഹം ദേഹി ആത്മാവായിരിക്കുന്ന ദൈവം തന്നെ പുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്, അല്ലേ? എന്നിട്ട് ആ രക്തത്തിനാണ് മഹത്വം. കാരണം ഇത് മനുഷ്യന്റെ പാപം, മനുഷ്യന് 3 ഭാഗമുള്ളത് കൊണ്ട് അവനെ വിടുവിക്കുവാൻ 3 ഭാഗമുള്ള ദൈവം തന്നെ, ദൈവത്തിന്റെ പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അഴക്കേണ്ടി വന്നു. അവൻ കാൽവരി ക്രൂശിൽ യാഗമായി അവന്റെ രക്തത്താൽ നമുക്ക് പാപപരിഹാരം കിട്ടി. അതുകൊണ്ട് പഴയ നിയമത്തിലേക്ക് ഹാബേൽ തുടങ്ങിയുള്ള പ്രവാചകന്മാർ അല്ലെങ്കിൽ വിശുദ്ധന്മാരെല്ലാവരും അല്ലേ, അവസാന ക്രൂശ് തൊട്ടു മുമ്പ് മരിച്ച ക്രൂശിലെ കള്ളൻ വരെ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകം വരെ, ക്രൂശിലെ കള്ളൻ ഉൾപ്പെടെ പറയുന്നു അല്ലേ, അവരെല്ലാം മരിച്ചിട്ടും, നീതിമാന്മാരായി മരിച്ചിട്ടും, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എല്ലാം നീതിമാന്മാരായിട്ട് മരിച്ചിട്ടും അവർ പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു, പാതാളത്തിലായിരുന്നു അല്ലേ? ക്രൂശി അത് കാരണം എന്തുകൊണ്ടാ? യേശുവിൻ്റെ രക്തത്തിലല്ലാതെ അവരെ വീടുവാൻ, പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയില്ല. കാരണം യേശു മരിച്ചത് 4 ദിവസം അല്ലെങ്കിൽ 4000 വർഷം കഴിഞ്ഞിട്ടാണ് ക്രൂശിൽ മരിച്ചത്, ആണല്ലോ. അതിനു മുമ്പ് മരിച്ചു പോയ എല്ലാ വിശുദ്ധന്മാരുടെയും അവരുടെയൊക്കെ ദേഹമൊക്കെ സോളും സ്പിരിറ്റും എല്ലാം അവിടെ പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു. പക്ഷെ കാൽവരി ക്രൂശിലെ രക്തം വീട് കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം വിമോചനം കിട്ടി. പിന്നെ അബ്രഹാമിന്റെ മടിയിൽ എന്ന് പറയുന്ന പാതാളത്തിൽ നിന്ന് അവരെല്ലാം കർത്താവ് അവരെ കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തും അവിടെ വിടുകയാ. അങ്ങനെ യേശുവിലെ ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമ്മളെ വീണ്ടെടുക്കുക ദൈവം. അതിൽ വിശ്വസിക്കുന്ന ഏവനും എന്ത് കിട്ടി? രക്ഷ കിട്ടി. ഹല്ലേലൂയ. എത്രമാത്രം മഹത്വമേറിയ രക്ഷയെ നമ്മുടെയൊക്കെ രക്ഷ. അതുകൊണ്ട് കുഞ്ഞാണ്ട് രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂതങ്ങൾ ഓടാൻ കാരണം, മൃഗങ്ങളുടെ രക്തം പറഞ്ഞാൽ ഓടത്തില്ല. കാരണം അതിന് നമ്മുടെ പാപപരിഹാരം ചെയ്യാൻ കഴിയത്തില്ല. ആ രക്തത്തിന് വിലയില്ല. പഴയ നിയമത്തിൽ പറയാൻ കാരണം അത് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ യാഗത്തിന് നിഴലായത് കൊണ്ടാണ്. പക്ഷെ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രക്തം അത് വർണ്ണിക്കാൻ കഴിയത്തില്ല, അത്രമാത്രം വിലയേറിയതാണ്. അതിനു മുമ്പിൽ പിശാചുക്കളുടെ മനുഷ്യരെ പിടിച്ചു വെച്ച പിശാചിന്റെ കോട്ടയെ തകർത്തുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രക്തമാണ് അവരുടെ രക്തം. അങ്ങനെയെങ്കിൽ പിശാച് പിടിച്ചു വെച്ചിരിക്കുന്ന ജനങ്ങളെ യേശുവിന്റെ രക്തത്താൽ വിടുവിക്കാൻ പറഞ്ഞാൽ വിടുവിക്കപ്പെടുവോ? എന്റെ സംശയം. പറ. ഏലൂരിലെ പാസ്റ്റർ ഇവിടെയുണ്ട്. ഏലൂരിൽ പോയിട്ട് പിശാച് പിടിച്ചു വെച്ചിരിക്കുന്ന ജനങ്ങളേക്ക് അല്ലേ യേശുവിന്റെ രക്തത്താൽ വിട്ടുതരാൻ പറഞ്ഞാൽ വിട്ടുതരുമോ ഇല്ലയോ? കാരണം എന്താ? ഹാബേൽ തുടങ്ങി മരിച്ചുപോയ പഴയ ഭക്തന്മാരെല്ലാവരും, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ദാവീദ്, ശിംശൻ, ഇത്താബ് അല്ലേ, എല്ലാ ശമയപ്രവാസി സകലരും മരിച്ചു പോയിട്ടും പാതാളത്തിൽ കിടന്നു പിശാചിന്റെ അടിമത്തത്തിൽ. യേശുവിന്റെ കാൽവരി ക്രൂശിൽ രക്തം അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ അവരൊക്കെ വിടുവിക്കപ്പെട്ടെങ്കിൽ ഇന്ന് പിടിച്ചു വെച്ച ഏത് പിശാച് പിടിച്ചവനെയും ആ രക്തത്തെക്കുറിച്ച് പറഞ്ഞാൽ പിശാച് വിട്ടു തന്നിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിച്ച കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. വാക്കിന്മേൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വരുന്ന വാക്ക് വെറും വാക്കല്ല, പൊള്ള വാക്കല്ല, അകത്തുള്ള വിശ്വാസത്തിന്റെ വാക്ക്. ഹല്ലേലൂയ. ഓക്കെ, എന്തുമാകട്ടെ, നമുക്ക് കാണാൻ മുന്നോട്ട് കടന്നു പോകാം. നമുക്ക് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് നമുക്ക് കണ്ടായിരുന്നു. മരിച്ച ശേഷം പിന്നീട് സഭ ആരംഭിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത്
കർത്താവ് തൻ്റെ വിശുദ്ധ മണവാട്ടിയെ സഭയെ അല്ല കൊണ്ടുപോകാൻ വരുന്നത്. അവൻ്റെ വിശുദ്ധ മണവാട്ടിയെ, ജയാളികളെ, പിന്നെ കാന്തയെ, മണവാട്ടിയെ, അവനോടുകൂടി പറ്റിച്ചേർന്നിരിക്കുന്നവരെ, അല്ലെങ്കിൽ വ്യത്യസ്തമായ പല ഉപമകളിലൂടെ പറഞ്ഞാൽ നോഹയുടെ കാലഘട്ടത്തിൽ 8 പേർ, വളരെ ചുരുക്കം പേർ, വലിയ സമൂഹത്തിനിടയിൽ നിന്ന് ചുരുക്കം പേർ മാത്രം രക്ഷപ്പെട്ടതുപോലെ, മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നിട്ടും പരദേശ ജീവിത യാത്രയിൽ അവർക്ക് പണിയപ്പെടാൻ കഴിയാത്തത് കൊണ്ട് കനാലിൽ, വാഗ്ദത്ത കനാലിൽ കയറിയ 2 പേരെ പോലെ ഈ കാലഘട്ടത്തിലും ഒരല്പം ജനം കർത്താവിൻ്റെ വരവിൽ പോയിരിക്കും. അവൻ്റെ വിശുദ്ധ മണവാട്ടി, അവനോട് പറ്റിച്ചേർന്നിരിക്കുന്നവർ, അവൻ്റെ വചനത്തോട് എന്നും പ്രിയം വെച്ചവരെ അവൻ ചേർപ്പാൻ വരികയാണ്. അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ അവൻ ചേർപ്പാൻ വരാൻ സമയമായി. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് ലോകത്തിൽ 90% ആൾക്കാർ വിശ്വസിക്കുന്നത് സഭയെ ചേർപ്പാൻ വേണ്ടി യേശു വരുന്നത്. അങ്ങനെ വാക്ക് ബൈബിളിലില്ല. മനസ്സാവുന്നുണ്ടോ? സഭയെ ചേർപ്പാൻ വേണ്ടിയില്ല, വിശുദ്ധ മണവാട്ടിയെ. ഹല്ലേലൂയ. മനസ്സാവുന്നുണ്ടോ? അത് ഇപ്പോൾ നിങ്ങൾക്ക് അല്പമായി മാറ്റപ്പെടും. ആ സഭ എന്ന് പറയുന്നത് കൈവിടപ്പെട്ടു പോകും എന്ന കാര്യം മറന്നു പോകരുത്. നമ്മൾ പഠിച്ചതാ. അതിനുശേഷം വിശുദ്ധന്മാർ ഒരു സൈഡിൽ കൂടി എടുക്കപ്പെട്ട് കഴിയുമ്പോൾ, അല്ലേ, എവിടെയാ നമ്മൾ കണ്ടത്? ഓക്കെ, വിടുകയാ. വിശുദ്ധന്മാർ ഒരു സൈഡിൽ കൂടി എടുക്കപ്പെട്ട് കഴിയുമ്പോൾ മറു സൈഡ് യുദ്ധമുണ്ടായിട്ട്, അല്ലേ, ഭൂമിയിലേക്ക് മിഖായേലും കൂട്ടരും 33.33% ദൂതന്മാരെ, അല്ലെങ്കിൽ വീണുപോയ പിശാചുക്കളെ, ദൂതന്മാരെ വെട്ടി ഭൂമിയിലേക്ക് ഇടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതോടുകൂടി ഭൂമിയിൽ ഈ 7 വർഷത്തെ പീഡനകാലം ആരംഭിക്കുകയാണ്. അതാണ് ഒരാഴ്ചവട്ടത്തേക്കുള്ള 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ അല്പമായി ചിന്തിക്കും. അതിൽ 62 ആഴ്ചവട്ടവും 7 ആഴ്ചവട്ടം, അങ്ങനെ 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അഭിഷിക്തനായ ക്രിസ്തു ഛേദിക്കപ്പെട്ടു. ബാക്കി ഒരാഴ്ചവട്ടം അല്ലെങ്കിൽ 7 വർഷം ബാക്കി കിടക്കുകയാണ്. അത് വരാൻ പോകുന്നത് ഇപ്പോഴാണ്. എപ്പോഴാണ് വരാൻ പോകുന്നത്? അവന്റെ വിശുദ്ധ മണവാട്ടിയെ ചേർത്തോണ്ട് പോയ സെക്കൻഡിൽ ദൈവം കൈവിടുകയാണ് ഈ ഭൂമിയുടെ സംരക്ഷണം, അല്ലേ? വിശുദ്ധ അവന്റെ മിഖായേൽ ദൂതന്മാരും ആ ആകാശമണ്ഡലിൽ വാഴുന്ന പിശാചുക്കളെ വെട്ടി താഴേക്ക് ഭൂമിയിലേക്ക് ഇട്ട് ഭൂമിയിൽ ഒരു പൈശാചിക വാഴ്ച നടത്താൻ പോകുകയാണ്. അതിന് കാലപരിധിയുണ്ട്. വെറും 7 വർഷം, ഒരാഴ്ചവട്ടം മാത്രം. മനസ്സിലാവുന്നുണ്ടോ? അത് ഈ ഭൂമിയിൽ സംഭവിക്കും. നമ്മൾ അതിനെ 2ആക്കി മുറിച്ച് പഠിച്ചു. 3.5 വർഷമായിട്ട് നമ്മൾ അല്പമായി ചിന്തിച്ച് തുടങ്ങി വെച്ചതാണ്. ഹല്ലേലൂയ. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. ആ സമയത്താണ് കൈകളിൽ മേൽ ചിപ്പ് വെക്കേണ്ട, മുദ്ര വെക്കേണ്ടത്. ഒരു വലിയ വെക്കാത്തവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. വിൽക്കുവാനോ വാങ്ങുവാനോ കടയിൽ പോലും 1 കിലോ അരി മേടിക്കണമെങ്കിലും എന്തു വേണം? ഈ സാധനം കൈമേലോ നെറ്റിയിൽ മേലെ മുദ്രയില്ലാത്ത ഒരുവരും ജീവിക്കാൻ കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് അല്പമായി നിങ്ങളോട് സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു 7 വർഷത്തേക്ക് എതിർക്രിസ്തു ലോകത്തെ ഭരിക്കുവാൻ വരുന്നു എന്നതിൻ്റെ മുന്നോടിയായി ലോകം മുഴുവനും എല്ലാ രാജ്യങ്ങളിലും ഈ ചിപ്പിൻ്റെ പണി കഴിഞ്ഞ് വെച്ചിരിക്കുക. എല്ലാം പണിയും പൂർത്തിയാക്കി വെച്ചിരിക്കുക. ഇനി ഒന്ന് മാത്രം സംഭവിച്ചാൽ മതി, അവൻ്റെ വരവും നമ്മുടെ സമാഗമനവും. ഇതിനു വേണ്ടി മാത്രമേ ലോകം മുഴുവൻ ഒരുങ്ങിക്കഴിഞ്ഞു. അവൻ വന്നാൽ, വിശുദ്ധ മണവാട്ടി പോയി കഴിഞ്ഞാൽ, അവിടെ യെരൂശലേമിൽ ആലയം പണിയുവാൻ, 3ാമത്തെ ടെമ്പിൾ പണിയുവാൻ എല്ലാം ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. ഏതാണ്ട് 24 മണിക്കൂർ കൊണ്ട് അവർ തൻ്റെ ആലയം പണി, അത്രയും 3 ദിവസം, അത്രയും നിസ്സാര ദിവസങ്ങൾ കൊണ്ട് അവർ തൻ്റെ ആലയം പണി പൂർത്തിയാക്കുമെന്നൊക്കെ അത്രയും വെച്ചിരിക്കുക. ഇനി ഒന്ന് മാത്രമാണ് അവൻ്റെ കർത്താവിൻ്റെ വരവും നമ്മുടെ സമാഗമനവും. പത്രോസിന്റെ വാക്യം പറഞ്ഞല്ലേ, അതിനുവേണ്ടി മാത്രം ജീവിക്കുക. ഇനി അതല്ലാതെ മറ്റൊരു അത്ഭുതം ഇനി ഭൂമിയിൽ ഉണ്ടാകത്തില്ല. വളരെ നിമിഷങ്ങൾ മാത്രം നമ്മൾ ഈ ഭൂമിയിൽ, നിമിഷങ്ങൾ മാത്രം. അതുകൊണ്ട് ദൈവജനമേ, നമുക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മറന്നു പോകരുത്. നമുക്ക് പരിശോധനകൾ കൂടി വരുന്നു, പരീക്ഷകൾ കൂടി വരുന്നു. തകർക്കാനല്ല, പണിയുവാൻ, യേശുവിനെ പോലെ ആക്കി മാറ്റുവാൻ. പരീക്ഷ ഇല്ലെങ്കിൽ നമ്മളൊക്കെ വീണു പോകും, അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ കോപ്പി അടിച്ച് എഴുതിക്കൊണ്ടിരിക്കും. പരീക്ഷകളാണ് ദൈവം നമ്മെ പണിതെടുക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പരീക്ഷകളും പരിശോധനകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. മറന്നു പോകരുത്. അതെല്ലാം നമ്മളെ തകർക്കാനല്ല, പണിയാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ വരവെങ്കിൽ അവനോട് പറ്റിയിരിക്കുന്നവർ, അല്ലേ, അവന്റെ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, അവന്റെ തേജസ്സിന് വേണ്ടി ദാഹിക്കുന്നവരെ മാത്രമേ കർത്താവ് കൊണ്ടുപോകത്തുള്ളൂ. ഓക്കെ, എന്തുമാകട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. അപ്പോൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു.
ഈ 7 വർഷത്തിലെ പീഡനകാലത്ത് എന്തൊക്കെ സംഭവിക്കുമെന്നും അതിന് മുന്നോടിയായി കൊറോണ വന്ന കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതെല്ലാം 666 പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. മുദ്രകളെക്കുറിച്ച് കണ്ടു. കഴിഞ്ഞ ആഴ്ച ഈ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു എഞ്ചിനാണത്, അല്ലേ? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന എഞ്ചിനാണത്, ഒരു ആപ്പാണത്. ആ എഞ്ചിൻ്റെ അതിൻ്റെ എംബ്ലം പോലും 666. ലോകമെല്ലാം ഒരുവന്റെ കൈക്കീഴിൽ വന്നിരിക്കുകയാണ്. എതിർ ക്രിസ്തുവിന്റെ കൈക്കീഴിൽ, അല്ലേ? അവന്റെ പേരിന്റെ സംഖ്യയായ 666 എങ്ങനെ നോക്കിയാലും, കൊറോണ നോക്കിയാൽ 666, അല്ലേ? അപ്പോൾ ഇതെല്ലാം ദൈവം അനുവദിച്ചത് പോലും നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി, ഒരുക്കത്തിന് വേണ്ടി മാത്രമാണ്. ചില നാൾ മാത്രം നമ്മൾ ഇവിടെയുണ്ട്. ഈ ഗൂഗിൾ ക്രോമിനെ കുറിച്ച് പറഞ്ഞു. WWW എന്ന് പറയുന്ന ഒരു എബ്രായ ഭാഷയിൽ നിന്ന് വന്നിരിക്കുന്നു. അതിൻ്റെ വില അത് നമ്മൾ പഠിച്ചു. കമ്പ്യൂട്ടർ വായിക്കുന്ന ബാർകോഡ് 666, വേൾഡ് വൈഡ് വെബ് 666, കമ്പ്യൂട്ടറിൻ്റെ വാല്യൂ ജിമാട്രി എന്ന് പറയുന്ന വാല്യൂ 666, ഗൂഗിൾ ക്രോം 666. ഇതെല്ലാം ഒരുവനെ കേന്ദ്രീകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് വെബ്, അല്ലേ? എന്താ പറയണതല്ലേ? ഒരു 8 കാലി വല വിരിച്ചതുപോലെ ലോകം മുഴുവനും വല വിരിച്ചു കഴിഞ്ഞു. കാട്ടിൽ വരെ, സത്യമംഗലം കാട്ടിൽ പോകുമ്പോൾ ചില കുന്നുകളുടെ മുകളിൽ പോയിരുന്നാൽ നമുക്ക് നെറ്റ് കിട്ടും. പക്ഷേ ഫോൺ കോൾ കിട്ടത്തില്ല, വിളിക്കാൻ കിട്ടത്തില്ല. പക്ഷേ അവിടെയും നെറ്റ് കിട്ടും. മിണ്ടുന്നില്ല നിങ്ങൾ. അതുകൊണ്ട് പറയും വാട്സപ്പ് കോൾ വിളിക്കാൻ പറയും. ഇന്നലെ അടിമാലി പോയപ്പോഴും ഞങ്ങളോട് പറഞ്ഞു വാട്സപ്പ് കോൾ വിളിച്ചാൽ കിട്ടും. അപ്പോൾ കോൾ വിളിച്ചാൽ കിട്ടത്തില്ല, വാട്സപ്പ് കോൾ കിട്ടും. അപ്പോൾ നെറ്റ് WWW നെറ്റ് അത്രമാത്രം ലോകം മുഴുവൻ വ്യാപരിച്ചു കഴിഞ്ഞു. ഏത് ഗ്രാമങ്ങളിലും, എന്താ അല്ലേ, കാട്ടിലും മുക്കിലും മൂലക്ക് ഈ WW വേൾഡ് ഈ പറഞ്ഞത് ഈ വല വിരിച്ചിരിക്കുക പിശാച്. എത്രമാത്രമാണെന്ന് നോക്കി, അല്ലേ? ഇന്നലെയും ഞങ്ങൾ കണ്ട്, വീഡിയോസൊക്കെ കണ്ട, ഇന്നലെ ഒരു വണ്ട് വെട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത്, വെട്ടിലല്ല, വണ്ട്. വേറൊരു പേരാ അവർ പറഞ്ഞത്, വണ്ടെന്നല്ല, ഈ ചെല്ലി എന്ത് സാധനം, വണ്ട്. ഞങ്ങൾ അടിമാലി ചർച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് കറങ്ങി പോയി കാട്, അവിടെ മുഴുവനും ഈ മാറാമ്പലല്ലേ, സഭ ക്ലീൻ ചെയ്തിട്ടില്ല, പോയി അത് പോയി പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴില്ല, അത് അവിടെ കിടന്ന് പറക്കാൻ നോക്കിയപ്പോൾ ആ വല മുഴുവൻ ഞങ്ങളെ കണ്ടതല്ലേ, കെട്ടിപ്പിടിച്ച അത് ഉരുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മോളിൽ നിന്ന് നായകൻ ഇറങ്ങി വന്നു, മറ്റവൻ 8 കാലി വന്നിട്ട് നാക്കൊക്കെ നീട്ടി അവിടെ ഇട്ട് ചെയ്യണ്ടായിരുന്നു. ഇതൊക്കെ ഇത് കണ്ടതൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മളെ കൺമുമ്പിൽ കാണുമ്പോഴൊക്കെ സന്തോഷം എന്ന് വിചാരിച്ചിട്ടാണ്. എന്തുമാകട്ടെ, ഇതുപോലെ ലോകത്തിൽ പിശാച് വല ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ എതിർ ക്രിസ്തുവിന്റെ പേരിന്റെ സംഖ്യയായ 666 അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, അല്ലേ? അത് മാത്രമല്ല, അഡോബിനെ കുറിച്ച് പഠിച്ചു. അഡോബ് 666. അഡോബിലെ സിംബൽ പഠിച്ചാൽ 666. എല്ലാം ഒന്നിനെ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇപ്പോ എതിർ ക്രിസ്തു എന്ന് പറയുന്ന, അന്തിക്രിസ്തു എന്ന് പറയുന്നവൻ ഓൾറെഡി നമ്മുടെ കൺമുമ്പിൽ എവിടെയൊക്കെ ഉണ്ട്. നിങ്ങളത് എന്നെ നോക്കണത്, നിങ്ങൾ കൺമുമ്പിൽ ഇടുന്ന പറയുമ്പോൾ എന്നെ നോക്കണല്ലേ? ഓൾറെഡി ഈ ലോകത്തുണ്ടവൻ. ഹല്ലേലൂയ. അവൻ ഇനി ഒന്ന് മാത്രം അവന് വെളിപ്പെടണമെങ്കിൽ പറ പരിശുദ്ധാത്മാവ് ഇടന്ന് പോകുമ്പോ ആരെയും പിടിച്ചുകൊണ്ട് പോകും? വെളിപ്പാട് 22-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, മണവാട്ടിയും ആത്മാവും പരിശുദ്ധാത്മാവും പറയുന്നു വരിക, എതിരേൽക്കുവാൻ വരിക എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഓക്കെ, വിടുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് മുദ്രയേറ്റാൽ എന്ത് സംഭവിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. മുദ്രയേറ്റവർക്കെല്ലാം, കാരണം ഓൾറെഡി ശരീരം നമ്മ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ആണല്ലേ? ഇടക്കിടക്ക് ഞായറാഴ്ച മാത്രം അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഈ ശരീരം പരിശുദ്ധാത്മാവ് മന്ദിരമാണ്, കാരണം പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരമാണ്. പറയണം, രോഗം വരുമ്പോൾ ക്ലിനിക്കലല്ലാത്ത രോഗങ്ങൾ, ക്ലിനിക്കലായ രോഗങ്ങൾ വരും, കാലാവസ്ഥ വ്യതിയാന രോഗം, അതല്ല, ക്ലിനിക്കലല്ലാത്ത രോഗങ്ങൾ വരുമ്പോൾ പറയണം, ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. കയ്യിരിപ്പും കൊണ്ട് വരും, അത് വേറെ കാര്യം. അത് നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടിയാ, നമ്മളെ പണിയാൻ വേണ്ടിയാ, നമ്മുടെ അശുദ്ധിയെ നീക്കം ചെയ്യാൻ വേണ്ടിയാ. അതൊക്കെ അത് വേറെ കാര്യങ്ങളാണ്. എന്ന് പറയട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഈ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ടാ ഇത് ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത്. ആണല്ലോ? ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് പിശാചിനോട് പറയാനുള്ള വാക്കുകൾ അതൊക്കെ. ദൈവത്തിന്റെ മന്ദിരമാണ്. എങ്ങനെ മന്ദിരമായി? മുദ്ര, എഫേസ്യർ 1-ാം അധ്യായം പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ മുദ്ര
ഇതിനകത്തിട്ടിരിക്കുന്നു. തലയിലും നെറ്റിക്കൊന്നുമല്ല, അല്ലേ? പരിശുദ്ധാത്മ മുദ്രയുള്ളത് കൊണ്ട് ഈ ദൈവത്തിന്റെ മന്ദിര മാറിയതാ. ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, ഇതിന്മേൽ തൊടുവാൻ നിനക്ക് അവകാശമില്ല. എന്തുകൊണ്ട്? പരിശുദ്ധാത്മ മുദ്രയുള്ളത് കൊണ്ട് ഈ ദൈവത്തിന്റെ മന്ദിരമാണ്. അതുപോലെ പിശാച് അവന്റെ മുദ്രയായ 666 ആ ചിപ്പ് നമ്മുടെ കയ്യിൽ വെച്ചാൽ, അന്ന് അജനത്തിന്റെ കയ്യിൽ വെച്ചാൽ, ആ ശരീരം ദൈവത്തിന്റെ മന്ദിരമല്ല, അത് പിശാചിന്റെ മന്ദിരമായി മാറി. അത് അവനോടുകൂടി നിത്യ നരകത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്തുമാകട്ടെ, നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ആ ചിപ്പേറ്റാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്, അല്ലേ? ഉറപ്പുണ്ടല്ലോ, മറന്നു പോകരുത്. ഓക്കെ, ഒട്ടൊരു കാര്യം നമ്മളെക്കുറിച്ച് പഠിച്ചു. രാവും പോലും സ്വസ്ഥമുണ്ടാകത്തില്ല, എന്തൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പം ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. ഇനി നമ്മൾ ആ വളരെ ലഘുവായിട്ട് ആ 7 വർഷം എന്താണെന്നും എങ്ങനെയാണെന്നും നമ്മുടെ രക്ഷകളൊക്കെ എങ്ങനെയാണെന്നും, നമ്മുടെ എല്ലാം കൈവിടപ്പെട്ടു പോയാലും രക്ഷകളൊക്കെ എങ്ങനെയായിരിക്കുമെന്നൊക്കെ നമ്മൾ അല്പമായി ചിന്തിക്കാൻ പോവുകയാണ്. ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും മഹാത്ഭുതം എന്ന് പറയുന്ന മറ്റൊന്നുമല്ല. എന്താ ഇനി നടക്കാൻ പോകുന്ന മഹാത്ഭുതം? എന്താ? 3-ാം ലോക മഹായുദ്ധം ആണോ? അവന്റെ വരവും നിങ്ങളുടെ അങ്ങനെ നമ്മുടെ സമാഗമനം മറന്നു പോകരുത്. ഇത് നിങ്ങളുടെ അകത്ത് കത്തണം. ഈ വാക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, പത്രോസ് പറയുന്ന വാക്കുകൾക്ക് പറയുന്നത്, ഇത് നമ്മുടെ അകത്ത് കത്തണം. അവന്റെ വരവും എൻ്റെ സമാഗമനവും നമ്മുടെ സമാഗമനവും ഇതെപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും കയറിക്കൊള്ളണം. എങ്കിലേ വിശുദ്ധിക്ക് വേണ്ടിയുള്ള നമുക്ക് ദാഹം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നടക്കത്തില്ല സഹോദരങ്ങളെ. ദൈവകുഞ്ഞ് എത്രയോ ദൈവകുഞ്ഞുങ്ങളാണ് വീണുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാർ പോലും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരാ, വിളിയുള്ളവരാ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരാ. പക്ഷേ ആ അന്ത്യകാലത്തിന്റെ പരിശോധനയുടെ എന്താ പറയുക, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധന വിലയേറിയതെന്ന്, അല്ലേ? നമ്മുടെ വിശ്വാസത്തിന്റെ ശോധന വിലയേറിയതാ, അത് വിശുദ്ധിയേറിയതാ. അതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അല്ലേ എന്തോ യാദൃശ്യമായി എന്തോ അല്ല അങ്ങനെ വാക്കാണ്, സംഭവിച്ചു എന്ന് വിചാരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എന്തുവാക്കട്ടെ. ഇനി കർത്താവിൻ്റെ സഭ ഇല്ലെങ്കിൽ ഇപ്പം നമ്മളായിരിക്കുന്ന സഭയിൽ നിന്ന് വിശുദ്ധന്മാർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടു പോയ ശേഷം 7 വർഷം ആകാശത്തിലുള്ള മണിയറയിൽ, മണിപ്പന്തലിൽ, ഇല്ലേ? കല്യാണം കഴിഞ്ഞ് അവർക്കൊരു ബെഡ്റൂം ഒരുക്കില്ലേ, മണവാട്ടിക്ക് മണവാളിനും അല്ലെങ്കിൽ കൂട്ടായിട്ട് കിടക്കുന്നതല്ല, അവർക്ക് ബെഡ്റൂമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് മണവാളനായി നമ്മളെ മണവാട്ടിയുമായി നമ്മളെ ഭൂമിയിൽ നിന്ന് ചേർത്തപ്പെട്ടു കൊണ്ടുപോയിട്ട് സ്വർഗത്തിലേക്കല്ല, മറന്നു പോകരുത്, ആകാശത്തെ മണിയറയിൽ, ആകാശത്ത് സ്വർഗം തന്നെയാണ്, അത് പല സ്വർഗങ്ങളുണ്ട്. ആകാശ മണിയറയിൽ അവൾ മണിപ്പന്തൽ കെട്ടി 7 വർഷം മണിയറയിൽ ഇരിക്കും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ യഹൂദന്റെ കല്യാണത്തിലുള്ള ബന്ധത്തിൽ പിന്നെ എടുത്തോളാം, ഇപ്പോഴല്ല, എപ്പോഴേയും കർത്താവ് അനുവദിച്ചെടുത്തോളാം അതെന്തുകൊണ്ടാണെന്ന്. അതിനുശേഷം ആ മണിയറയിൽ നിന്നാണ് ആ 7 വർഷം സന്തോഷ ദിവസങ്ങളായിരിക്കും അവിടെ. നമുക്കിപ്പോൾ സന്തോഷമൊന്നുമില്ല, അത് വേറെ കാര്യം. അതിനെക്കുറിച്ച് സ്വപ്നമുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിലേ നമുക്ക് സന്തോഷം വരത്തുള്ളൂ. 7 വർഷം ആകാശമണിയറയിൽ കാന്തന്റെ കൂടെ ആയിരിക്കുമ്പോൾ അവിടെ അവൻ നമ്മുടെ പ്രവർത്തിക്കാത്തക്കവണ്ണം ഓരോരോരോ പ്രതിഫലങ്ങൾ തരികയാ, ഓരോരോ കിരീടങ്ങൾ തരികയാ. അല്ലെ, നമുക്കറിയാത്തതുകൊണ്ടാ. ഇവിടുന്ന് അവന്റെ വിശുദ്ധ മണവാട്ടിയെ കൊണ്ടുപോയാൽ ഭൂമിയിൽ 7 വർഷം പീഡനകാലമാ. അവന്റെ വിശുദ്ധന്മാർ സ്വർഗീയ മണിയറയിൽ അല്ലെങ്കിൽ ആകാശ മണിയറയിൽ ആ കാന്തനോട് കൂടി ജീവിക്കുമ്പോൾ ചെയ്ത ചെറിയ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അല്ലേ പ്രതിഫലമുണ്ടെന്ന് പറയുന്ന കർത്താവിന്റെ വാക്കുകൾ ഓർക്കുക. നമ്മൾ കണക്ക് തീർത്ത് പലിശയും കൂട്ടുപലിശയും ചേർത്ത് അത് കിരീടങ്ങളായും ഉടുപ്പുകളായും അല്ലേ മന്നകളായി എന്തുമാകട്ടെ എന്തെങ്കിലും ആകട്ടെ ഒക്കെയായി ദൈവം നമുക്ക് 5 പട്ടണം 10 പട്ടണമൊക്കെയായി നമുക്ക് വിഭാഗിച്ചു തരുന്ന ദിവസങ്ങളാണത്, സന്തോഷത്തിന്റെ ദിവസങ്ങൾ. നമ്മുടെ ഭൂമിയിൽ കണ്ണുനീരും ദുഃഖത്തിൻ്റെയും മുറവിളിയുടെയും അല്ലേ എന്നും തല്ലിപെടുത്തും ഒച്ചപ്പാടും ബഹളവും ഇറങ്ങിപ്പോക്കും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി എല്ലാം കണ്ടും കേട്ടും അല്ലേ ലോത്തിനെ പോലെ കണ്ടും കേട്ടും ഹൃദയം തകർന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ വന്നാലും പ്രത്യാശയുണ്ട് നമുക്ക്. അവൻ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് മാറിക്കിട്ടും. കണ്ണുനീരും ദുഃഖവും മുറവിളിയില്ലാത്ത ആ മനോഹരമായ നാട്ടിൽ പോയിട്ടും 7 വർഷം ആകാശ മണിയറയിൽ കാന്തനോട് കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, നാം ഉപേക്ഷിച്ച് വിട്ടുപോയ ഈ ലോകമെന്ന് പറയുന്ന ഈ കൂടാരത്തിൽ 7 വർഷം കഠിനമായ ക്ഷാമം, ഭൂകമ്പം, തേർഡ് വേൾഡ് വാർ അല്ലേ,
കൊല്ലും കൊലയും പറയാൻ തുരത്തില്ല. അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ കിടുകിടാ വിറക്കും നമ്മൾ. അത്രയും പൈശാചിക ലോകമായിരിക്കും ഈ ഭൂമിക്കകത്ത്. മരണം കാണാൻ കൊതിക്കും, മരണത്തിന്റെ ആത്മാവിനെ ദൈവം എടുത്തു മാറ്റിക്കളയും. വെള്ളം കുടിക്കാൻ നോക്കും, രക്തവെള്ളമായിരിക്കും. ഇല്ലേ? ഇന്ന് 500 രൂപ കൊണ്ട് കൊടുത്താൽ, അല്ല 700, കഴിഞ്ഞ ആഴ്ച മേടിച്ച 750 രൂപ കൊണ്ട് കൊടുത്താൽ ഒരു ഫുൾ ഷവർമയും ഒരു ഫുൾ മറ്റേ വണ്ടി കയറി ചത്ത കോഴിയുടെ പേരെന്താ? വണ്ടി കയറി ചത്ത കോഴിയുടെ പേര് ആൽഫാം. ഓക്കെ, നരകത്തിലിട്ട് ചുട്ടെടുത്ത ആൽഫാമും കുബൂസൊക്കെ എടുത്ത് എഴുതുന്നു അല്ലേ? ഇന്ന് എഴുതു കിട്ടും. പക്ഷെ അന്ന് യവം 1 കിലോ അരി പോലും കിട്ടത്തില്ല. യവം തിന്നാൻ വേണ്ടി കൊതിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ഭക്ഷണം. എന്ത് പാകട്ടെ, അത്രയും ക്ഷാമവും ഭൂകമ്പങ്ങളും എല്ലാം വരാൻ പോകുകയാണ്. ഇപ്പം തന്നെ നോക്കിയാൽ മതിയല്ലോ, ഇപ്പം തന്നെ നോക്കിയാൽ മതി. എന്ത് വിലയാണെന്നറിയാമോ? എന്ത് വിലയാ, നമുക്ക് പേടിയാ. ഒന്നും ഈ മീൻ എന്താ വില, ആ മീൻ എന്താ വില ചോദിച്ചിട്ടാണ് മേടിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല, നമുക്ക് നാണക്കേടോട് വലുത് തന്നെ പോരട്ടെ എന്ന് പറയും. ഇന്നെന്താ 10 ചോദിച്ച് മനസ്സിൽ കണക്ക് കൂട്ടി മൊബൈലിട്ട് കുത്തിയാണ് മേടിക്കുന്നത്. ക്ഷാമം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തുമാകട്ടെ, ഇതെല്ലാം വരവിലേക്ക് ഒരുങ്ങുകയാണ്. വെറുതെ ഒന്നും സംഭവിക്കുന്നില്ല, വെറുതെ സംഭവിക്കുന്നതല്ല. ഇതൊക്കെ ഒരുങ്ങുകയാ അവൻ്റെ വരവിന് വേണ്ടി. എന്തുമാകട്ടെ, അപ്പോൾ കർത്താവിൻ്റെ വിശുദ്ധന്മാർ എടുക്കപ്പെട്ട ശേഷം 7 വർഷം ഭൂമിയിൽ എങ്ങനെ സംഭവിക്കും, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. എന്നാൽ അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പോകുകയാണ്. 3.5 വർഷം, ഇരുകാലം, ഒരു കാലം, ഇരുകാലം, അരക്കാലം, അല്ലേ? 3.5 വർഷം അല്ലേ? ഒരു കാലം, ഒരു വർഷം, ഇരുകാലം, 2 വർഷം, അരക്കാലം, അരവർഷം, 3.5 വർഷം, 3.5 വർഷം അല്ലെങ്കിൽ 42 മാസം എന്നൊക്കെ പല വ്യത്യസ്തമായ രീതികളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, 1260 ദിവസം എന്തൊക്കെയാവട്ടെ, അതെല്ലാം നമുക്ക് വിട്ടേക്കാം. ദാനിയേൽ പ്രവാചകൻ 2:9-27 വാക്യം നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു വെച്ചിരിക്കുന്ന മനോഹരമായ വെളിപ്പാടുകൾ നമുക്ക് അല്പമായി ചിന്തിക്കാം. അവൻ 9:27 അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കി കളയും. ഒരു രക്ഷയുമില്ല, കൊല മാത്രമേ ഉള്ളൂ. അവിടെ പീഡനകാലമാ. അതുകൊണ്ട് ആ പീഡനകാലവും മഹാപീഡനകാലവും എന്ന് പറയാൻ കാരണം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പീഡനകാലം ആദ്യത്തെ 3.5 വർഷം, മഹാപീഡനകാലം അവിടെയാണ് ദൈവക്രോധം ഇറങ്ങി വരുന്നത്. യാക്കോബിന്റെ കഷ്ടകാലം, ദൈവത്തിന്റെ മഹാപീഡനകാലം അല്ലേ? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇത് പാകട്ടെ. അവൻ ഒരാഴ്ച വട്ടം എത്ര ദിവസം, എത്ര വർഷമാ? 7 വർഷം അല്ലേ? ഓക്കെ, കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ, നീ ശ്രദ്ധിക്കണേ, ആഴ്ചവട്ടം 7 വർഷം, അതിന്റെ മധ്യേ 3.5 വർഷം അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. ഇത് ആരാ ചെയ്യുന്നത്? ഇതൊക്കെ അല്ല, ഇത് ഈ ഹനനയാഗവും ഭോജനയാഗങ്ങൾക്ക് ആരാ ചെയ്യുന്നത് ഈ ലോകത്തിൽ? ഇന്നിപ്പോ ഇല്ല, പണ്ട് ആരാ ചെയ്തുകൊണ്ടിരുന്നത്? ഹനനയാഗവും ഭോജനയാഗവും ഉത്സവങ്ങളൊക്കെ ആരാ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഭൂമിയിൽ? ഇസ്രായേൽ മക്കൾ. എൻ്റെ ദൈവമേ, ഇസ്രായേൽ മക്കൾ, യഹൂദന്മാർ, അവരുടെയൊക്കെ ഇല്ലേ, ഓർമ്മയുണ്ടോ? ഇന്ന് ഈ മന്ദിരമുള്ളത് കൊണ്ട് അവർക്ക് പണിയാതിരിക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ട, അവർക്ക് ഈ ഉളി തൊടാതെ, ചുറ്റിക തൊടാത്ത കല്ലുകളാണ് ആലയം പണിയേണ്ടത്. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? പഴയ നിയമത്തിലൊക്കെ ശലോമോന്റെ ആലയം, ഹെരോദന്റെ ആലയം പണിയുന്നത് പാറ വലിച്ച് തന്നെ വെട്ടി എടുത്ത് അവിടെ വെച്ച് തന്നെ പണി തീർത്തിട്ടാണ് കല്ല് മാത്രം എടുത്തുകൊണ്ട് വെക്കുന്നത്. ഇവിടെ ആലയത്തിൽ ഒച്ചപ്പാട് കേൾക്കാൻ പാടില്ല, ഒരേ പോലും കേൾക്കാൻ പാടില്ല, പേപ്പറിൽ സാൻഡ് പേപ്പറിൽ ഉറക്കാൻ പോലും പാടില്ല, ഇല്ലേ? ഇന്ന് ഇസ്ലാം മക്കൾക്ക് എല്ലാം അവരുടെ കയ്യിലുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് നേരം വെളുപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് ആലയം പണി പൂർത്തിയാക്കാനുള്ള സകല സാമഗ്രികളും അവരുടെ പക്കലുണ്ട്. ഇപ്പം കണ്ടില്ലേ, മറ്റേ ഈ ശത്രു സൈന്യം ഒരു പ്ലെയിൻ വിട്ടാൽ അവരെ എന്താ അയൺ ഡോമൊക്കെ ഇല്ലേ, ശത്രു സൈന്യം ഇത് വിട്ടാൽ അവരെ ഡോമ അപ്പക്കറി പിടിച്ചെടുക്കും. എന്ത് കഴിവാണെന്നറിയാമോ? അതിപ്പോ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ. അപ്പോൾ അവർക്ക് എല്ലാ കഴിവുണ്ട്, എന്നിട്ടും അവർക്ക് ആലയം പണിയാൻ കഴിയാതിരിക്കുന്നത് എന്നറിയാമോ? വേറൊരു ആലയം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ ഭൂമിക്കകത്ത് ഒരാലയമേ പാടുള്ളൂ. പണ്ട് യെരൂശലേം അല്ല, സമാഗമന കൂടാരം മരുഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അന്നൊരൊറ്റ ആലയമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാ ഒരൊറ്റ ഇസ്രായേൽ മക്കളുടെ അകത്ത് ദൈവം ആലയമായി വസിക്കാതിരുന്നത്. ആണോ? അടുത്തത് ഹെരോദാവ്, അടുത്തത് ശലോമോൻ വളർന്നു.
ആലയം പണിതു. അവിടെയും ദൈവദേശം ഇറങ്ങി വന്നു. അന്ന് ഒരൊറ്റ ഭക്തന്മാരുടെ ഭാഗത്ത് ആരുമാകട്ടെ, നമ്മുടെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കൂബ് ആരുമാകട്ടെ, അവിടേക്കകത്ത് സ്ഥിരമായി പരിശുദ്ധാത്മാവ് വസിക്കാത്തതിന്റെ കാരണം, മന്ദിരമാകാത്തതിന്റെ കാരണം അന്നൊരാലയം ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഹെരോദാവിന്റെ കാലത്തും അത് തന്നെയാ അല്ലേ, പിന്നെ ഉടഞ്ഞുപോയി. പക്ഷേ ഇന്നൊരാലയമുണ്ട്. ആരാത്? ഇത് നമ്മൾ തന്നെ. അതുകൊണ്ടാണ് യഹൂദന്മാർ ആലയം പണിയാതിരിക്കുന്നത്. എത്ര ശ്രമിച്ചാൽ നടക്കത്തില്ല. ഇത് തകർത്താൽ, ഇത് ഇവിടുന്ന് പോയാൽ സെക്കൻഡിൽ നേരം ഇരുട്ടി വെളുക്കിന് മുമ്പ് അവിടെ ആലയം പണിതിരിക്കും. അത്രയും. കാരണം ഈ ഭൂമിയിൽ ദൈവം വസിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ അല്ലേ, മനുഷ്യരോട് കൂടെ ജീവിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. 1400 വർഷം അല്ലേ നമ്മുടെ ആദത്തിനെയും ഹവ്വയുടെയും കൂടെ വൈകുന്നേരം ഇറങ്ങി വന്ന് ജീവിച്ചു. അത് പിന്നെ വിട്ടുകളയാൻ പറ്റില്ലേ, അതും നമ്മൾ ചേർക്കണം നമ്മുടെ വിഷയത്തിൽ. തുടർന്ന് യഹോവയുടെ നാമത്തിൽ ആരാധന കഴിച്ചു. മനസാക്ഷി യുഗത്തിലും ന്യായപ്രമാണ യുഗത്തിലും ദൈവം മനുഷ്യരുടെ ഇടയിൽ വന്ന് വസിച്ചു അല്ലേ. മോശ ഇസ്രായേൽ വിളിക്കുമ്പോൾ മരുഭൂമിയിൽ 4 ഗോത്രം, 3 ഗോത്രം ഇവിടെ, 3 ഗോത്രം ഇവിടെ, 3 ഗോത്രം ഇവിടെ, 3 ഇവിടെയിട്ട് ഗോത്രങ്ങളുടെ നടുവിൽ മരുഭൂമിയിൽ തേജോമാനായ ദൈവം വന്ന് വസിച്ചു ഇല്ലേ. അപ്പൊ നരേന്ദ്രമോദി സാറ് കൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന സാറ് എങ്ങനെ പറയുന്നത് അല്ലേ, ഈ വന്ന് നമ്മുടെ ഈ കോളനിയുടെ പേരെന്താ, ഇവിടുത്തെ കോളനി, ചിലമല്ലൂർ കോളനി വന്ന് താമസിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അതുപോ ഒരു മനുഷ്യന്റെ വലിയ മനുഷ്യനാണ് സ്വർഗസ്ഥനായ ദൈവം മനുഷ്യരുടെ വസിച്ചു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മാലാഖി പുസ്തകം വരെ യഹോവയായ ദൈവം ഭൂമി വസിച്ചു. പക്ഷേ തുടർന്ന് ഈ ഭൂമിയിലേക്ക് കർത്താവ് 33.5 വർഷം ഭൂമിയിൽ വന്ന് ജീവിച്ചു. അവനും പോയി കഴിഞ്ഞ ശേഷം വീണ്ടും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, പരിശുദ്ധാത്മാവും ദൈവം ഇന്നിവിടെ ഭൂമി ജീവിക്കുന്നുണ്ട്. അവനെന്നും മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അവൻ്റെ മക്കളാണ്. ഒരിക്കലും നമ്മുടെ പിതാവിന് സ്വർഗത്തിലിരിക്കാൻ കഴിയില്ല, ഒരിക്കൽ പോലും ഇല്ലേ. നമ്മുടെ പിതാവിന് സ്വർഗത്തിലിരുന്നാൽ അങ്കലാപ്പ. നമ്മുടെയൊക്കെ മക്കൾ ഗൾഫിലൊക്കെ ജീവിക്കുമ്പോൾ ഇന്ന് കാണുന്ന അല്ലേ, നമുക്കൊക്കെ നമ്മുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹം. അതുപോലെ ദൈവം അന്നും ഇന്നും എന്നും നമ്മുടെ കൂടെ തന്നെ ജീവിക്കുകയാണ്. ഈ ഭൂമി എന്ന് പറയുന്ന വെറും എന്താ പറയുക, ഒരു ചെറിയ ഒരു മൺതരിക്കത്രം മാത്രമല്ല ഭൂമിക്കകത്ത് ആ സ്വർഗം വിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന ദൈവം എന്തിനു വേണ്ടിയാ? നമ്മൾ അവനെ പോലെ പണിയെടുക്കാൻ വേണ്ടിയാ. എന്തുമാകട്ടെ, അപ്പോൾ ഈ ഹനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയുമ്പോൾ അന്ന് അവിടെ ഒരു ആലയമുണ്ട്. 3ാമത്തെ ടെമ്പിൾ, 3rd ടെമ്പിൾ എവിടെയുണ്ട്? ഒരാഴ്ചത്തേക്ക് അവൻ പലരോടും നിയമത്തെ കഠിനമാക്കും. ഓക്കെ, മനസ്സിലായി? ഇത്രയും 7 വർഷം ഭൂമിയിൽ അവൻ വസിക്കും, അല്ലെങ്കിൽ വാഴും പിശാച്, അല്ലെങ്കിൽ എതിർ ക്രിസ്തു. അന്ന് അതിന് മധ്യേ അല്ലേ ഹനയാഗവും ഭോജനയാഗവും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ 3rd ടെമ്പിൾ അവൻ നിർത്തലാക്കി കളയും. ഇത്രയും മനസ്സിലായോ? ഹനയാഗവും ഭോജനയാഗവും ഒക്കെ നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. ആരാവൻ? പിശാച്, വേറെ ആരോ, സാത്താൻ, അല്ലെങ്കിൽ എതിർ ക്രിസ്തു അല്ലേ. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തി എത്ര വർഷമാ? 7 വർഷം. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ അകത്തേക്കൊന്ന് വീഴാൻ വേണ്ടിയാ. അതാണ് നിങ്ങളും അതുപോലെ ചോദിച്ച് പഠിച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. അപ്പോൾ ഒരാഴ്ച വട്ടം ഭൂമിയെ വാഴുവാൻ എതിർ ക്രിസ്തു വരികയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരേ. അടുത്തത്, ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. എത്ര വർഷമാ തനിക്ക് അല്പകാലം എന്ന് പറഞ്ഞത്? 7 വർഷം. അതറിഞ്ഞ് അവൻ മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ 7 വർഷം അവൻ ഭൂമിയെ വാഴാൻ വരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ഈ 11 മണിക്ക് പഠിക്കുന്ന നമ്മുടെ ആ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് അല്പമായി സംസാരിക്കുന്നുണ്ട്. വെളിപ്പാട് 12-ാം അധ്യായത്തിൽ മിക്കവാറും നല്ല ആഴമായ ക്ലാസ്സാണ് നമുക്ക് അന്ന് പഠിക്കാം അതിനെക്കുറിച്ച്. വെളിപ്പാട് 12-ാം അധ്യായം 13-17 വരെ പഠിക്കുമ്പോൾ തന്നെ ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് അല്ലേ. അപ്പൊ അവന്റെ വിശുദ്ധ മണവാട്ടിയെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ വരവും നമ്മുടെ സമാഗമനവും കഴിയുമ്പോൾ ആകാശമേഘത്തിൽ മിഖായേലും കൂട്ടരും പിശാചിനും കൂടി താഴേക്ക് തള്ളിക്കളയുന്നു അല്ലേ. എന്ന് പറയാ തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന്. പിന്നെ ഒരിക്കൽ പോലും പിശാചിനെയും കൂട്ടരെയും ആകാശത്തോ ഒരിടത്ത് കാണാൻ കഴിയത്തില്ല. തപ്പി നോക്കിയാൽ പോലും
ഒരു പനിക്ക് അല്ലെ എന്ത് പറയില്ലേ, കുറുന്തോട്ടി കാണത്ത് എന്താ പറയില്ലേ, ഒരു അസുഖത്തിന് എന്തൊരു മരുന്നിന് പേര് പറയില്ലേ, മരുന്നിന് പോലും ഒന്നിനെ കിട്ടണമെന്ന് പറയില്ലേ. അതുപോലെ പിന്നെ ഒരിക്കൽ പോലും ആകാശത്ത് എവിടെ ഒരു പിശാചിനെ പോലും കാണാൻ കഴിയത്തില്ല, മുഴുവനും ഭൂമിയിലേക്ക് ഉണ്ടാവും. അവർ തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഞാൻ ഇപ്പോഴൊന്നും അധികം എടുക്കുന്നില്ല, അതിനെക്കുറിച്ച് പേടിക്കണ്ട. ഇത് വേറെ ആരുമല്ല, കത്തോലിക്കക്കാർ പറയുന്നു അത് മറിയെ കുഞ്ഞേശ എന്ന് പറയുന്നുണ്ട്, ഉണ്ണിയേശു എന്ന് പറയുന്നുണ്ട്. പെന്തക്കോസുകോളം 99% പെന്തക്കോസുകാർ പറയുന്നത് അത് യേശുവാണെന്ന് പറയുന്നുണ്ട്. എന്തുവാകട്ടെ, അവർക്ക് സ്തോത്രം, എല്ലാവർക്കും സ്തോത്രം അല്ലേ. എന്നുമാകട്ടെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് അതൊന്നുമല്ല, അത് വേറൊരു കാര്യമാണ്. ഓക്കെ, ആ മഹാസഭ കണ്ടിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഉൽപ്പത്തി മുതൽ 3:15 എന്താ, ഉൽപ്പത്തി 3:15 എന്താ, ഉൽപ്പത്തി 3:15 എന്നും ഞാൻ പറയാറുണ്ട്. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ, ആരാവൻ? യേശുവാണോ? ഓക്കെ, നിങ്ങൾ നിർത്തിക്കളഞ്ഞ് ഞാൻ എന്തോരം പറഞ്ഞതാ. ബൈബിള് മുഴുവനും പഠിപ്പിക്കുന്നത്, നമ്മൾ മുഴുവനും ഈ ബൈബിൾ മുഴുവൻ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്, മറന്നു പോകരുത്. ഇങ്ങനെ സ്ത്രീയുടെ സന്തതി യേശുവാന്ന് പറഞ്ഞ് പഠിച്ചു പോയാൽ പരിപാടി മാറി. ഇപ്പൊ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, ദൂതന്മാർ വന്ന് സ്ത്രീയുടെ സന്തതികളുമായി വേഴ്ച നടത്തി മല്ലന്മാരുണ്ടായിന്ന് പഠിച്ച് അതുപോലെ നമുക്ക് എഴുതി കണ്ടുവച്ചാൽ പരിപാടി മാറി. ഈ ബൈബിളായിട്ട് ഒരു മാച്ചും ഉണ്ടാവത്തില്ല. അപ്പോൾ ദൈവം പൊട്ടനായ ദൈവമാകും, ഒരു കഴിവില്ലാത്ത ദൈവമാകേണ്ടി വരും. ഞാൻ പറഞ്ഞ അർത്ഥം, ഞാൻ ദൈവത്തെ പൊട്ടന്ന് വിളിച്ചതല്ല, കഴിവില്ലാത്ത ദൈവമാകേണ്ടി വരും. ആ ദൈവത്തെ എനിക്ക് വേണ്ട. സ്വർഗത്തിൽ ദൂതന്മാർ വന്ന് ഭൂമിയിൽ സ്ത്രീകളുമായി വേഴ്ച നടത്തി അല്ലേ, നമുക്ക് ഒരു മനുഷ്യന് പോലും കഴിയാത്ത ദൂതന്മാർ, ശക്തിയുള്ള ദൂതന്മാർ പെണ്ണുങ്ങൾ കയറി പിടിച്ച് വേഴ്ച നടത്തിയ പിന്നെ നമ്മളെന്ത് മണ്ണന്മാരാ, കഴിവില്ലാത്ത ആൾക്കാരല്ലേ. അങ്ങനെയൊന്നും വേദോസം പഠിപ്പിക്കുന്നൊന്നുമില്ല. അതൊക്കെ ഈ അറിവില്ലാത്ത കുറെ ആൾക്കാർ എന്താ പറയുക, ഈ ആരുടെ പുസ്തകമാണ്, ഹനോക്കിന്റെ പുസ്തകമൊക്കെ എടുത്തു വെച്ച് പഠിച്ച്, ബൈബിൾ എഴുതാത്ത കുറെ പുസ്തകമൊക്കെ ഹരിച്ച് കുണിച്ച് പഠിച്ചിട്ട് അതിൽ നിന്ന് അപ്പുറത്ത് കണ്ടില്ല, ഇപ്പൊ കണ്ടില്ലേ പുറത്ത് ആത്മാക്കൾക്ക് എവിടെ ജ്യൂസ് കൊടുക്കണ്ടില്ല, ഇത് കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു, ആത്മാക്കൾക്ക് ജ്യൂസ് കൊടുക്കുന്ന പരിപാടിയൊക്കെ. അത് ഈ ഹാനോക്കിന്റെ ബുക്കും, അത് ഹാനോക്കിനില്ലെങ്കിലും ഈ മക്കവാർ 1-2 തോബിത്ത് യൂതിത്ത് ബുക്കിലൊക്കെ ഉള്ള കാര്യങ്ങൾ അതൊക്കെ. എന്തുമാകട്ടെ, ഞാൻ വിടുകയാണ്, അതൊന്നും ആയിട്ട് ബന്ധമില്ല. എന്തുമാകട്ടെ, ഞാൻ വിടുന്നു. അപ്പോൾ മഹാസർപ്പം വെളിപ്പാട് 12:13 വായിക്കുമ്പോൾ തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ചൊരു സ്ത്രീ ഇവിടെയുണ്ട്, പ്രസവിച്ച കുട്ടി പോയി, പക്ഷേ സ്ത്രീ എവിടെയുണ്ട്? ഈ ഭൂമിയിൽ തന്നെയുണ്ട്. അതെന്താണെന്ന് നമ്മുടെ ഇവിടെ പഠിക്കുന്ന ക്ലാസ്സിൽ എന്താ മൈ കൊറോണേഷൻ ഡേ അല്ലേ, മൈ കൊറോണേഷൻ ഡേയിൽ നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. അപ്പോൾ എന്തുമാകട്ടെ, ആ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ച് തുടങ്ങി. അത് മറ്റൊന്നുമല്ല, കൈവിടപ്പെട്ടു പോയ സഭയെന്ന് പറയും. പച്ച മലയാളത്തിൽ ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നത്, കൈവിടപ്പെട്ടു പോയ സഭ. ഞാൻ വാക്കുഴപ്പമില്ലല്ലോ, ഞാൻ പണ്ട് പോലും ശീലിച്ച പേരതാ, കൈവിടപ്പെട്ടു പോയ സഭ. സ്ത്രീ ഒരു സഭയാണ്. നമ്മളിന്ന് ആരാ? സഭ, സ്ത്രീ അല്ലേ, നമ്മളായിരിക്കുന്ന സഭ, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, സഭ. മനസ്സിലേ? ആ സ്ത്രീയിൽ നിന്ന്, ആ സഭയാകുന്ന സ്ത്രീയിൽ നിന്ന് അവളൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ട്, ജയാളിയായവരെ അല്ലേ, ആൺകുട്ടിയെ. അത് പിന്നീട് പഠിക്കാം. ഈ ആൺകുട്ടി ബേബി ബോയും പിന്നെ ബേബി ഗേളൊന്നും അല്ല. അതൊക്കെ നമ്മളെ മലയാളത്തിൽ അങ്ങനെ മാൻ ചൈൽഡ്, പുരുഷത്വം പ്രാപിച്ചു, ജയാളിയായ പുരുഷത്വം പ്രാപിച്ചിരിക്കുന്ന ഒരു ആൺകുട്ടിയെ പ്രസവിച്ചത്. എന്ത് ഭാഗട്ടെ പിന്നീട് പഠിക്കാം. എന്നിട്ട് ആ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ആര് ഉപദ്രവിക്കാൻ തുടങ്ങി? എപ്പോൾ? 7 വർഷ പീഡനകാലം ആരംഭിച്ചപ്പോൾ. ഓക്കെ, ഇതിനെക്കുറിച്ച് പിന്നീട് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു വാക്യം പറഞ്ഞു പോകുകയാണ്, സംശയമില്ലാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു പോകുകയാണ്. ഓക്കെ, അപ്പോൾ കൈവിടപ്പെട്ടു പോയ ഒരു വലിയ കൂട്ടം, അത് എത്രയുണ്ടെന്ന് ഞാൻ പിന്നീട് പഠിക്കാം, എത്രയുണ്ടെന്ന് പറയാം. ഒരു വലിയ കൂട്ടം കൈവിടപ്പെട്ടു പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളൊക്കെ ഇല്ലാതിരുന്ന, സ്തോത്രമല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ സംഘടന, പേര് ഞാൻ പറയില്ല, എഴുതി കാണിക്കാം. ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ സംഘടന, അതിൻ്റെ സംഘടനയുടെ ഇന്നത്തെ ചെയർമാൻ
ഇന്നുണ്ട് പുള്ളി, എന്നാ ചെയർമാൻ. ഒരിക്കൽ കല്യാണം നടന്നു. കേരളത്തിലെ സമ്പന്നന്മാരുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനക്കാരനായിരിക്കുന്ന ഒരു പാസ്റ്ററുടെ മോൻ്റെ കല്യാണം. ഒരു മോൻ 1 കോടി രൂപയാ ഫ്ലവറിനൊക്കെ വേണ്ടി മാത്രം മുടക്കി. അപ്പം അറിയാലോ, അത്രയും വലിയ ആൾ എന്ന് പറഞ്ഞാൽ ഒരു മിസ്തുബിഷി. അന്ന് ഇപ്പോഴൊക്കെ ബെൻസും വലിയ വലിയ കാറ് വന്നു, അന്ന് മിസ്തുബിഷിയൊക്കെ വലിയ കാറ്. ആ പുതിയ കാറ് മേടിച്ചിട്ട് പോർച്ചിലിട്ട് മറന്നുപോയി. ആ കാറ് പുതിയത് മേടിച്ചത് മറന്നുപോയി. കാരണം 8 or 9 കാറുണ്ടായിരുന്നു. എന്തേ മിണ്ടാതിരിക്കുന്ന നിങ്ങൾ? ഞാൻ അത്രയും വലിയ കോടീശ്വരൻ. എന്തുമാകട്ടെ, ഇവിടെ ഞങ്ങൾ ഒരു 6 മാസം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ചർച്ചിൽ. ഇവിടെ ന്യൂ ലൈഫിൽ നിന്ന് ഇറങ്ങിയ ശേഷം, ഞാൻ ഇവിടെ നിന്ന് പോയ ശേഷം. എന്തുമാകട്ടെ, ആ കല്യാണ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും മൗനമായിട്ടിരിക്കുന്നത്? ഓക്കെ. ആ കല്യാണത്തിന് അവിടുത്തെ ഏറ്റവും വലിയ ആളാണ് പ്രസംഗിച്ചത്. കാരണം പുള്ളി ഏറ്റവും വലിയ ആളായതുകൊണ്ട് പുള്ളി അന്ന് പറഞ്ഞ വാക്ക് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞ വാക്കാ. 2 പേരോടും പറയാ, നിങ്ങൾ 2 പേരും കല്യാണം കഴിഞ്ഞ് അടിച്ചു പൊളിച്ചോ. ഇപ്പോൾ സമ്പത്ത് കൂടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അടിച്ചു പൊളിച്ചോ. പക്ഷേ കർത്താവിൻ്റെ വരവിന് ശേഷം നിങ്ങളെ ഞാൻ എങ്ങാനും ഇവിടെ കണ്ട അതിന്നും കല്യാണ റെക്കോർഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലേ. ഞങ്ങൾ എപ്പോഴും പറയും, ഞങ്ങളൊക്കെ വല്ലാത്ത അല്ലേ, കർത്താവിൻ്റെ വരവിന് ശേഷം നിങ്ങളെ എങ്ങാനും ഞാനിവിടെ കണ്ട. അതിനർത്ഥം എന്താ? അപ്പൊ ആ കൂട്ടത്തിൽ നമ്മളെ വിടരുത്. പുള്ളിപക്ഷെ മനസ്സാന്തരപ്പെട്ട് കാണാൻ നമുക്കറിയത്തില്ല, എന്തുവാകട്ടെ. നമ്മൾ ആരെ കുറ്റമൊന്നും പറയുന്നില്ല. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാ ഇത് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും 1/2 കാലം, എത്രയാ 3.5 വർഷം പോറ്റി രക്ഷിച്ചു. അപ്പോൾ കൈവിടപ്പെട്ടു പോയ സ്ത്രീ സഭ. നീ പറഞ്ഞേക്കരുത്, ഞങ്ങൾ സഭയാണെന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചൊക്കെ പറയണം. അപ്പോൾ കൈവിടപ്പെട്ടു പോയ സഭയെ 3.5 വർഷക്കാലം ദൈവം പോറ്റി പുലർത്തുന്നുണ്ട്. അതെന്താണെന്ന് വരുന്നത് പിന്നെ നമുക്ക് ചിന്തിക്കും. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്ന് പറഞ്ഞാൽ, കാരണം ഇതാരാ? വിളിച്ച് വേദിച്ച വിശുദ്ധന്മാരാ. അവന്റെ വരവിൽ അല്ലേ, എണ്ണയില്ലാതെ 5 കന്യകയും പഠിച്ചില്ലേ 25-ാം അധ്യായം മത്തായി. അതുപോലെ ബുദ്ധിഹീനന്മാരായ ആ കന്യകമാർ, കൈവിടപ്പെട്ടു പോയ കന്യകമാർ, അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നല്ല വാക്കത് തന്നെയാണ്. കൈവിടപ്പെട്ടു പോയ കന്യകമാർ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാമോ? പണ്ട് ഇപ്പോ ബോബിഷാജ് എന്ന് പറഞ്ഞ് ദിവസവും ആട്ടല്ലേ. ഇന്ന് ചുമ്മാ പോള വഴിയൊക്കെ ഇട്ട് ആട്ടിക്കൊണ്ട് പോവുക. ഇതൊക്കെ ആ സമയത്ത് കൈവിടപ്പെട്ടു പോയി. ദൈവം പോറ്റുന്നുണ്ട്, ഇത് വേറെ കാര്യം, അതെന്താണെന്ന് പിന്നീട് പഠിക്കാം. പക്ഷേ പിശാച് അവളെ ഒഴുകിക്കളയാൻ വേണ്ടി എന്ത് ചെയ്യാന്നറിയാമോ? നീ എന്നെ പണ്ട് ആട്ടിയതല്ലടാ, നിന്നെ ഞാൻ ശരിയാക്കി തരടാ എന്നൊക്കെ പറഞ്ഞ് എന്തുമാകട്ടെ. അപ്പോൾ സർപ്പം സ്ത്രീയെ ഒഴുകിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. കാരണം അറിയാമോ? ദൈവത്തിന്റെ ശേഷിപ്പ, കൈവിടപ്പെട്ടു പോയ ശേഷിപ്പ. വിശുദ്ധന്മാർ പോയി, ആൺകുട്ടി പോയി, നമ്മൾ പോയി, മിണ്ടണില്ലല്ലോ, ജയാളികൾ പോയി. എന്തുമാകട്ടെ, അത് വരുന്ന ആളുകളിൽ നമ്മുടെ മുകളിലത്തെ ക്ലാസ്സിൽ പഠിക്കും നമ്മൾ. അതുകൊണ്ട് ഇനിയുള്ള സൺഡേകൾ മുടങ്ങരുത്. മൈ കൊറോണേഷൻ ഡേ, എൻ്റെ കീഴടധാരണ ദിവസം. ഒരുപക്ഷെ എനിക്ക് ഓർമ്മയില്ല, ഉണ്ടാവണം, അതിൽ കുറച്ച് ഭാഗം കയറി വരുന്നുണ്ട്. എന്താണ് ഈ മുടങ്ങാതെ കേൾക്കുക. എന്നിട്ട് എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വാ തുറന്ന് വിഴിക്കള. ദൈവം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൾക്ക്, ദൈവം അവളെ സൂക്ഷിക്കുന്നുണ്ട്. തൊട്ട് മോളി വായിച്ചില്ലേ അല്ലേ? അവളെ 14-ാം വാക്യത്തിന്റെ ബി പാർട്ട്, അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലം 2 കാലം 1/2 കാലം പോറ്റി രക്ഷിച്ചു ദൈവം. അത് ശരി തന്നെയാ. ഓക്കെ. എന്നിട്ട് പറയാ 17-ാം വാക്യം, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. കാരണം അറിയാമോ? അവളുടെ ശേഷിപ്പാ, സഭയുടെ ശേഷിപ്പാണത് അല്ലേ. കൈവിടപ്പെട്ടു പോയവരാ, ദൈവത്തോട് സ്നേഹമുള്ളവരാ, ഒരു ആയുസ് മുഴുവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചവരാ. പക്ഷേ ഒരുക്കമുണ്ടായിരുന്നില്ല, എണ്ണയുണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ?
ഈ മത്തായി 25-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ 5 പേർ എണ്ണയെടുത്തു 5 പേർ എണ്ണയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വ്യാഖ്യാനമൊക്കെ ഉണ്ട്. പക്ഷെ അത് എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഇത്തിരിയും കൂടി നല്ല വ്യാഖ്യാനമൊക്കെ വേറെതാ. ഈ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ പഠിക്കുന്നത് പോലെ ഇരിക്കും. ശ്രദ്ധിച്ചാൽ മതി, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. പണ്ട് കുറെ ആട്ട് കിട്ടിയതാണല്ലോ പുള്ളിക്ക്, അതുകൊണ്ട് കോപിച്ചു. എന്നിട്ട് പറയാ, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായി. ഓക്കെ, ഇവരാരാ? സാധാ പുള്ളികളല്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരാണ്, യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പിശാചും അല്ലേ സൈന്യവും അന്തിക്രിസ്തുവും സൈന്യവും അല്ലെങ്കിൽ എതിർക്രിസ്തുവും സൈന്യവും പുറപ്പെട്ടു. ആരോടാ? അവളുടെ സന്തതി ശേഷിപ്പുള്ളവർ. നേരത്തെ ഞാൻ പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ടോ? കൈവിടപ്പെട്ടു പോയവർ. സ്ത്രീ സഭ കൈവിടപ്പെട്ടു പോയി. അവൾ ഇപ്പോഴും മരുഭൂമിയിലാണ്. എതിർക്രിസ്തുവിന്റെ വാഴ്ചയുടെ കാലഘട്ടത്തിലാണ്. അവളിൽ എന്തുണ്ട്? ഒരു ശേഷിപ്പുണ്ട്. അവൾ വിശുദ്ധൻ എന്താ? അവൾ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരാണ്, യേശുവിന്റെ സാക്ഷ്യമുള്ളവരാണ്, അല്ലേ? അതെ. അവളുടെ സന്തതിയെ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ഏൽക്കാത്ത അല്ലേ വിശുദ്ധന്മാർ തന്നെയാ, രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, ആത്മസ്നാനം പ്രാപിച്ചവരാ. ആത്മസ്നാനത്തിലൂടെയാണ് നാം അദൃശ്യമായ സഭയുടെ അംഗമാകുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞതേ ഉള്ളൂ, പേടിക്കേണ്ട. സഭയെക്കുറിച്ച് പിന്നീട് പഠിക്കുമ്പോൾ വ്യത്യസ്തമായ സഭകൾ നമുക്ക് കാണാൻ കഴിയും. മാർമികമായ സഭകളുണ്ട്. ആ കുഞ്ഞാടിൻ്റെ ജീവന്റെ പുസ്തകമുണ്ട്, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം വായിച്ചോളൂ നിങ്ങൾ. ജീവന്റെ പുസ്തകമുണ്ട്, കുഞ്ഞാട് ജീവന്റെ പുസ്തകം, വ്യത്യസ്തമായ പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ കാറ്റഗറിക്കാരാ. ഓക്കെ, ഇത് നോക്കട്ടെ. അപ്പോൾ ഇത് കൈവിടപ്പെട്ടു പോയവരാ. അവർ വിശിഷ്ടപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, ആത്മസ്നാനം പ്രാപിച്ചവരാ. ആത്മസ്നാനം നിസ്സാര കാര്യമല്ല. ആരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിക്കാത്തവർ, ഞാൻ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റൂട്ട് തെറ്റിയിരിക്കുക. നമ്മളിപ്പോ ആത്മീയ ഗോളത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെക്കുറിച്ച് റൂട്ട് തെറ്റിയിരിക്കുക. ശരിക്കും ബൈബിൾ പഠിപ്പിക്കുന്ന വാക്ക് ആത്മസ്നാനം. ഇസ്ലാം മക്കളെ കുറിച്ച് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 2-3 വാക്യം താഴേക്ക് പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, അവർ സമുദ്രത്തിൽ സ്നാനമേറ്റു, മേഘത്തിൻ കീഴെ സ്നാനമേറ്റു. യോവേൽ പ്രവാചകൻ പറയുന്നു, ദൈവം നിങ്ങൾക്കായി ഒരുക്കി വെച്ചൊരു വാഗ്ദത്തമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ടല്ലേ, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച വാഗ്ദത്തം എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നമ്മെ കഴുകി സ്നാനപ്പെടുത്തുന്നു. ആത്മസ്നാനം, അതിൽ വരുന്ന കാര്യമാണ് അഭിഷേകം. ഇന്ന് അഭിഷേകത്തിന് മുൻകരുതൽ കൊടുത്തു, ആത്മസ്നാനം മറന്നുപോയി ജനം. ഒരുവൻ ആത്മാവിൽ സ്നാനപ്പെടുമ്പോഴാണ് അവൻ ക്രിസ്തുവിന്റെ മാർമികമായ വിശുദ്ധ സഭയിലേക്ക് അംഗമാകുന്നത്. ആ സഭയെ ചേർപ്പാൻ, അദൃശ്യമായ ആ സഭയെ ചേർപ്പാൻ വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്? ഓക്കെ, എന്തുമാകട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ അങ്ങനെ ആ സന്തതി ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു നിന്നല്ലേ. അപ്പോൾ അപ്പോൾ 7 വർഷം പീഡനകാലത്തിൽ ആരംഭത്തിൽ തന്നെ കൈവിടപ്പെട്ടു പോയ സ്ത്രീയുടെ ശേഷിപ്പുള്ളവളോട്, കൈവിടപ്പെട്ടവരോട് യുദ്ധം ചെയ്യുവാൻ പിശാചം കൂട്ടരും. ആരാ പിശാചം കൂട്ടരും? അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർക്രിസ്തു. അന്തിക്രിസ്തു എന്ന വാക്ക് ബൈബിളിൽ ഇല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി പറയുക മാത്രമേ ഉള്ളൂ. എതിർക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്, എതിർക്രിസ്തു. അവൻ ഈ സ്ത്രീയുടെ സന്തതികളെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. മനസ്സിലായോ? ഇത് ആരംഭിക്കുക. ഇവിടെ വിശുദ്ധന്മാർ എടുക്കപ്പെട്ടു, ഇവിടെ 7 വർഷം പീഡനകാലം ആരംഭിച്ചു. ആ തുടക്കത്തിൽ തന്നെ കൈവിടപ്പെട്ടു പോയവരോട് ആ യുദ്ധം ചെയ്യുവാൻ വേണ്ടി അന്തിക്രിസ്തു അല്ലെ എതിർക്രിസ്തു പുറപ്പെട്ടു വരികയാണ്. ഓക്കെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 7 വരെ പഠിക്കുമ്പോൾ, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പിൽ 10 രാജമോടിയും തലയിൽ ദൈവദൂഷണമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ. എവിടുന്നാ എതിർക്രിസ്തു വരുന്നത്? എവിടുന്ന എതിർക്രിസ്തു വരുന്നത്? വെള്ളത്തിനടിയിൽ നിന്ന് അല്ലേ, സമുദ്രത്തിൽ നിന്ന് അല്ലേ. എതിർക്രിസ്തു മനുഷ്യനാ. പുള്ളി ഒരു മിനിറ്റ് മുങ്ങി ചത്തുപോലോ. എവിടുന്ന എതിർക്രിസ്തു വരുന്നത്? സമുദ്രത്തിൽ നിന്നാ. സമുദ്രം എന്നാൽ തൊട്ട് മുമ്പ് പഠിക്കുന്നുണ്ട്, സമുദ്രം ജനസമൂഹമാണ്. തൊട്ട് മുകളിൽ ഇവിടെ എടുക്കണ്ട, തൊട്ട് മുകളിലുണ്ടത് സമുദ്രം. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുവൻ പൊങ്ങി വരിക. എങ്ങടാ? 7 വർഷ പീഡനകാലത്തിൽ അവൻ വാഴുവാൻ, മൗനമായിട്ടിരിക്കുന്നത്, വാഴുവാൻ ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. അതാണ് സമുദ്രം എന്ന് പറയുന്നത്. മോളി വാക്യം കാണാൻ കഴിയും എന്ന് പാട്ട് വിടുകയാണ്.
ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നത് നിങ്ങൾ വായിക്കുന്നവരായതുകൊണ്ടാണ് പറഞ്ഞു പോയത്. കാര്യം ഞാനും കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം. ആരാ പുള്ളിപ്പുലി? അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചൊക്കെ, ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ, എപ്പോഴെങ്കിലും അനുവദിച്ചാൽ പഠിക്കുമ്പോൾ, അവിടേക്ക് അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ഇത് പുള്ളിപ്പുലി പോലെ ചീറ്റി വരുന്ന പെട്ടെന്നായിരിക്കും ഈ ഭൂമി മുഴുവനും അവൻ്റെ പിടിച്ചെടുക്കൽ. കാരണം അവൻ്റെ ലാപ്ടോപ്പിൽ എല്ലാവരും 800 കോടി ജനത്തിൻ്റെ ഡാറ്റകൾ അവൻ്റെ ലാപ്ടോപ്പിൽ ഇരിക്കുകയല്ലേ. പിന്നെ അവന് എന്ത് അല്ലേ പോകേണ്ട ആവശ്യമില്ല, അവൻ്റെ മുമ്പിൽ നിന്ന് അവൻ പിടിക്കാം എല്ലാവരെയും. അതുകൊണ്ടാ ഇന്ന് ഇപ്പം ഇന്നലെ ഞങ്ങൾ അടിമാലി പോയപ്പോൾ അവിടുത്തെ പാസ്റ്റർ, ഞങ്ങൾ നമ്മൾ പാസ്റ്റർ നിയമിച്ചു അടിമാലി സഭ. നിങ്ങൾ അതിനോടത്ത് പ്രാർത്ഥിക്കുക. അടിമാലി സഭ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അടുത്ത പ്രാവശ്യം ഞങ്ങളൊക്കെ പോയി പെയിൻ്റ് അടിക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ പെയിൻ്റ് അടിച്ച് പോകുന്നുണ്ട്. നമ്മൾ അത് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം പകുതിയോടുകൂടി നമ്മൾ അതിൻ്റെ സഭ ആരംഭിക്കും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, അവിടെ റേഞ്ചില്ല, കോൾ വിളിച്ച് കിട്ടത്തില്ല. പക്ഷേ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി. അപ്പോൾ അത്രമാത്രം ഇൻ്റർനെറ്റ് വ്യാപകമായിരിക്കാൻ കാരണം ഇതിലേക്കുള്ള ഒരുക്കമാണ്. കമ്പ്യൂട്ടർവൽക്കരിച്ചു. 666. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ പേര് ഡിനിൽ കുമാർ. എൻ്റെ പേര് കമ്പ്യൂട്ടർ ചോദിച്ചാൽ കമ്പ്യൂട്ടർ ബർബറിനായിട്ടിരിക്കും അല്ലേ? ബർബർ അറിയല്ലേ? അവനെന്നെ അറിയില്ല. പക്ഷേ എൻ്റെ ആധാർ കാർഡ് പേര് കാണിച്ചാൽ, ആധാർ കാർഡിൻ്റെ സംഖ്യ കാണിച്ചാൽ അവൻ പറയും, ഡിനിൽ കുമാർ, കല്ലടക്കാവ് ഹൗസ്, വെണ്ണല PO, കൊച്ചി 25 എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വരും കറക്റ്റായിട്ടല്ലേ. അപ്പൻ്റെ പേര്, അമ്മയുടെ പേര് എല്ലാം അതിൽ വരും. കൊറോണ വന്നതുപോലും വരും. കറക്റ്റ് അവിടെ രജിസ്റ്റേർഡ് അല്ലേ എല്ലാം എൻ്റെ സ്വത്തും എൻ്റെ വീട് ഒക്കെ എല്ലാം കടന്നു വരും. കാരണം അത് ലോകവ്യാപകമായി ഇൻ്റർനെറ്റ് വ്യാപരിച്ചിരിക്കുക. അതുകൊണ്ട് പുള്ളിപ്പുലിയെ പോലെ വേഗത്തിൽ അവൻ കടന്നു വരും. ഞാൻ നമ്മുടെ വിഷയം അതല്ല വിടുകയാണ്. അതിൻ്റെ കരടിയുടെ കാൽ പോലെയും സിംഹത്തിൻ്റെ വാ പോലെയും ആയിരുന്നു. താഴേക്ക് പഠിച്ചതിൻ്റെ 3-ാം വാക്യം പറയുന്നു അല്ല. എന്നിട്ട് അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ആർക്കാ? അന്തിക്രിസ്തുവിന്, എതിർക്രിസ്തുവിന്. അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പിടിക്കത്തില്ല. കാരണം ബൈബിളിൽ ഇല്ലാത്ത വാക്കാണത്. നമ്മൾ പറയുമ്പോൾ അങ്ങനത്തെ വാക്കില്ലെന്നൊക്കെ പറഞ്ഞ് എൻ്റെ നേരെ ചൂടായിട്ടുള്ള ആൾക്കാർ പഠിക്കാൻ വേണ്ടി പറയുക നമ്മൾ അന്തിക്രിസ്തു എന്ന്. എതിർക്രിസ്തു നല്ല വാക്ക് കേട്ടോ. അപ്പോൾ എതിർക്രിസ്തുവിനെ എവിടെ വായിച്ചത്? മഹാസർപ്പത്തിന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും ഈ എതിർക്രിസ്തുവിനെ കൊടുക്കുകയാണ്. വെറും മനുഷ്യൻ അവനിലേക്ക് പിശാച് വന്ന് മുഴുവനുമായി അധികാരം കൊടുക്കുകയാണ്. ആണല്ലോ മഹാസർപ്പം. എന്നിട്ട് അതിൻ്റെ തലയിൽ ഒരു മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയിലെ മൃഗത്തെ കണ്ട് വിസ്മയിച്ചു എന്ന് മകട്ടെ, അത് വേറെ കാര്യമാണ്. റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പഠിക്കേണ്ട വിഷയമാണ്. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവൻ മഹാസർപ്പത്തെ നമസ്കരിച്ചു. സാത്താൻ നമസ്കരിച്ചു. പിശാചിനെ, പഴയ പാമ്പായ സർപ്പത്തെ മനുഷ്യനായ എതിർക്രിസ്തു നമസ്കരിക്കുകയാണ്. ഓക്കെ. മൃഗത്തോട് തുല്യനാര്, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. കാരണം എതിർക്രിസ്തുവിന് ശക്തി ലഭിക്കുകയാണ്. ഒരു മനുഷ്യൻ പൈശാചികമായ മുഴു ശക്തിയും പ്രാപിച്ചുകൊണ്ട് ഭൂമിയെ വാഴുമ്പോൾ അല്ലേ, അവർ സാത്താനെ മാത്രമല്ല ആരാധിക്കുന്നത്, ഇവനെയും ആരാധിക്കുകയാണ്, ഈ വ്യക്തിയെയും ആരാധിക്കുകയാണ്. വമ്പം ദൂഷണവും സംസാരിക്കുന്ന അതിൽ ലഭിച്ചു. 42 മാസം. എത്ര നാളാ? എത്ര മാസം, എത്ര വർഷമാ? ഒരു കാലം, ഇരുകാലം, അരക്കാലം അല്ലേ? അല്ലെങ്കിൽ 1260 ദിവസം, 1.5 വർഷം അല്ലെങ്കിൽ 3.5 വർഷം പ്രവർത്തിക്കുവാൻ അവന് അധികാരം കിട്ടി. 42 മാസം, 3.5 വർഷം പ്രവർത്തിക്കുവാനുള്ള അധികാരം ആര് കൊടുക്കുകയാ? ദൈവം തന്നെയാണ് കേട്ടോ. ഒന്നും വിചാരിച്ചേക്കില്ല. നമ്മളെയൊക്കെ പറയുമ്പോൾ ദൈവമാണെന്ന് മുഴുവൻ കൊടുക്കുന്നത്. ബാക്കി അടുത്ത 3.5 വർഷക്കാലം ആരുടെ കയ്യിലാണെന്ന് പിന്നീട് പഠിക്കുക, സമയം കിട്ടിയ പറയാം. അടുത്ത 3.5 വർഷക്കാലം, ആദ്യത്തെ 3.5 വർഷക്കാലം പ്രവർത്തിക്കുവാൻ, പിശാചിന് പ്രവർത്തിക്കുവാൻ അധികാരം കൊടുക്കുകയാണ്. ഓക്കെ. അടുത്ത 3 വർഷം എങ്ങനെയാണെന്ന് നോക്കി പിന്നീട് സമയം കിട്ടുന്ന നോക്കാം. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിക്കുവാൻ ദൈവദൂഷത്തിനായി വാ തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു. ഓക്കെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു. ഏത് വിശുദ്ധന്മാരാ? അവിടെ ആരാ ഉള്ളത്? പീഡനകാലത്തിൽ ആര് വിശുദ്ധന്മാരാ ഉള്ളത്? കൈവിടപ്പെട്ടു പോയ വിശുദ്ധന്മാർ. നേരത്തെ വായിച്ച് പറഞ്ഞു ഓർക്കണേ. അവർക്ക് എന്തുണ്ട്? അവർ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരാണ്, യേശുവിന് സാക്ഷ്യമുള്ളവരാണ്. വായിച്ചില്ലേ വെളിപ്പാട് പുസ്തകത്തിൽ? അവരോട് അല്ലേ, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു, അവരെ ജയിപ്പാനും അധികാരം കിട്ടി. അപ്പോ ഇന്ന് നമ്മളെ അവന് ജയിക്കുന്നുണ്ട്. അന്ന് അവനെ, വിശുദ്ധന്മാരെ അവൻ ജയിക്കും. ഉറപ്പാണ്. ഞാൻ ഈ വാക്ക് ശരിയല്ലേ? എല്ലാവരും കേൾക്കുന്നുണ്ടോ അല്ലേ?
അന്ന് 7 വർഷ പിഴകാലത്തിൽ കൈവിടപ്പെട്ടു പോയ വിശുദ്ധന്മാരെ ജയിക്കുവാൻ ദൈവം തന്നെ അധികാരം കൊടുത്തിരിക്കുക. അതെങ്ങനെയാണെന്ന് പിന്നീട് ഞാൻ സംസാരിച്ചോളാം. ഓക്കെ അല്ലേ? എന്നിട്ട് പറയുക, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിക്കുക അല്ലേ? ഹിന്ദുവാകട്ടെ, മുസൽമാനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, എല്ലാ ബുദ്ധനും അല്ലേ, എല്ലാ ജാതികളുടെ മേലും, ഈ ഭൂമിയിൽ 262 രാജ്യങ്ങളുടെ മേലും, അതിലുള്ള സകല മതത്തിൻ്റെ മേലും. അതുകൊണ്ട് നിങ്ങൾ കേട്ട് കാണും, വാട്സപ്പിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് റോമിൽ വത്തിക്കാനകത്ത് എല്ലാ മത നേതാക്കന്മാരും, അബുദാബിയിലെ ഷെയ്ഖ്, മാതാ അമൃതാനന്ദമയി, അതുപോലെ എല്ലാ മത നേതാക്കന്മാരും ഇന്ന് എവിടെയുണ്ടെന്നറിയാമോ? എവിടെയുണ്ട്? വത്തിക്കാനകത്തുണ്ട്, റോമിനകത്ത്. 7 മലകളുടെ മുകളിൽ ഇരിക്കുന്ന അല്ലേ, മറ്റേ ഞാൻ പറയാൻ പറ്റത്തില്ല, ഇപ്പൊ പറയാൻ ശരിയാവത്തില്ല, റെക്കോർഡിംഗ് ഉണ്ട് അല്ലേ. എന്തുവാകട്ടെ, രക്താംബരം ഉടുത്ത് കർത്താവിൻ്റെ മണവാട്ടി നമ്മളാണ് അല്ലേ? ആണല്ലോ. എന്നാൽ പിശാചിന് ഒരു മണവാട്ടിയുണ്ട്. മൗനോട്ടിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ മണവാട്ടിയുണ്ട് നമ്മൾ അല്ലേ? എന്നാൽ സാത്താനുമുണ്ടൊരു മണവാട്ടി. വെളിപ്പാട് ദിവസം 10-18 അധ്യായം വായിക്കുമ്പോൾ രക്താംബരം കൊടുത്ത്, ചുവപ്പ കൊടുത്ത്, വേണ്ട, ഒരു പെണ്ണിനെ കാണാൻ കഴിയും റോമിനകത്ത് 7 മലയുടെ മേൽ ഇരിക്കുന്ന. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെ സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും പിശാച്, സാത്താന് ദൈവം അധികാരം കൊടുക്കുക. ദൈവം തന്നെ അധികാരം കൊടുക്കുക എതിർക്രിസ്തുവിനല്ലേ. അവൻ ഭൂമിയെ വാഴുകയാണ്, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ വരികയാണ്. കൈവിടപ്പെട്ടു പോയ യുദ്ധം, പക്ഷെ അവന് ജയിപ്പാനും അധികാരം കിട്ടുകയാണ്. അപ്പൊ മറന്നു പോക്കരുത്, കൈവിടപ്പെട്ടു പോയാൽ തോക്കാൻ റെഡി ആയിക്കൊള്ളാം, ജയിക്കാൻ നോക്കണ്ട. പിശാച് ആട്ടിയാലുണ്ടല്ലോ, അവന്റെ വാളിന്മേ നമ്മുടെ തലയിരിക്കും. എന്ത് നിങ്ങളായിട്ടിരിക്കുന്നത്? ഓക്കെ, എന്തുമാകട്ടെ, ഇനി ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ ആരംഭിക്കാൻ പോകുകയാണ് അല്ലേ? ആദ്യത്തെ ആരംഭിക്കാൻ പോകും. നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞില്ലേ, 42 മാസം 3.5 വർഷം, ഒരു കാലം അരകാലം ഇരിക്കാലം 1260 ദിവസം. എന്തുമാകട്ടെ, ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയാ. 1260 ദിവസം, ഒരു കാലം അരക്കാലം അല്ലേ, 42 മാസം, ഇതൊക്കെ പറയുന്നത് നിങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടിയാണ്. കാരണം ഇത് പൊതുവേ ലോകത്തിൽ കേൾക്കാൻ കഴിയുന്നില്ല. 99% ബന്ധക്കോസ് കോളം പ്രസംഗിക്കുന്നത് വേറെ ഇതൊക്കെ ഉണ്ടെങ്കിലും വേറൊരു ലൈനിലാണ് പ്രസംഗിക്കുന്നത്. ഓക്കെ, എന്തുമാകട്ടെ, ആദ്യത്തെ 3.5 വർഷക്കാലം അവിടെ കൈവിടപ്പെട്ടു പോയ വിശുദ്ധന്മാരോട്, അല്ലെങ്കിൽ കൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരായ കൈവിടപ്പെട്ടു പോയ അവളുടെ സന്തതി ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പിശാച് വരുന്നതാണ് അല്ലേ? എതിർക്രിസ്തു വരികയാണ്. അവൻ ജയിക്കാൻ പോകുകയാണ്. കൈവിടപ്പെട്ടു പോയവരെ അവൻ ജയിക്കും. നമ്മളല്ല, കൈവിടപ്പെട്ടു പോയി ജയിക്കുകയില്ല, അവൻ പിശാച് ജയിക്കും. അല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോയ അവരെ കൊന്നുകളയാൽ അധികാരം ആർക്ക് കിട്ടുകയാ? പിശാചിന്, അല്ലെങ്കിൽ എതിർക്രിസ്തു ലഭിക്കുക. അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. അത് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 17 വരെ ഒരുപാട് വ്യാഖ്യാനങ്ങളും, എൻ്റെ തന്നെ 10-25 വെളിപ്പാട് വ്യാഖ്യാന പുസ്തകവും ഒരുപാട് നെറ്റിൽ നിന്ന് ഒരുപാട് വേറെയും എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് പോലും ഇത് ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഈ വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അറിയാലോ, 7-ാം അധ്യായത്തിൽ 9 മുതൽ 17 വരെ പഠിക്കുമ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. 8-ാം വാക്യം വരെ 1,44,000 പേര് അല്ലേ, 12,000 വെച്ച്, അപ്പൊ 12 × 12 × 12 അല്ലേ, 144,000. 144,000 പേര്. 144,000 ശരി തന്നെയാണ്. 144,000 രണ്ട് സെയിം തന്നെയാണ്. അത്രയും ആൾക്കാർ രക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ട് താഴേക്ക് വരികയാണ്. അവർ വേറെ ആരുമല്ല, 12 ഗോത്രങ്ങൾ. ദാൻ ഗോത്രമൊന്നുമില്ല. പഴയ നിയമത്തിൽ പഠിച്ചാൽ മറ്റേ പുള്ളിക്കാരൻ യാക്കോബിന്റെ മക്കൾക്ക് ഒരു മകനാണ് ദാൻ അല്ലേ? ആ ദാൻ വെളിപ്പാട് പുസ്തകത്തേക്ക് വരുമ്പോൾ ആ ദാൻ ഗോത്രത്തെ കാണാനില്ല. എന്തുവാകട്ടെ, നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി വരാൻ പോകുന്ന ആ ലോകത്തിലേക്ക് ഈ പറഞ്ഞ ദാൻ ഗോത്രമൊന്നും അവിടെ ഇല്ല. എന്തുകൊണ്ടാണെന്ന് വേറെ കാര്യമാണ്. അപ്പോൾ അവളിൽ 12 ഗോത്രങ്ങളിൽ നിന്നും അല്ലേ 12,000 പേർ വെച്ച് ദൈവം അവരെ മുദ്രയിടുകയാണ്. അവരിപ്പോൾ എവിടെയാ ഉള്ളത്?
അവരിപ്പോൾ എവിടെയുള്ളത്? ഇസ്രായേൽ മക്കൾ, യഹൂദന്മാർ പീഡനകാലത്തിൽ. ശരിയല്ലേ? ഉറപ്പല്ലേ? നമ്മളിപ്പോൾ പീഡനകാലം ആരംഭിച്ചു. നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുക. ആരംഭിച്ചപ്പോൾ അത് രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് യഹൂദന്മാർ, അല്ലേ? ദൈവത്തെ വിട്ടുപോയി, അല്ലേ? പോയ അവരിലേക്ക് വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിപാടിയിലേക്ക് വരികയാണ്. അതിൽ കൈവിടപ്പെട്ടു പോയ ശേഷിപ്പുണ്ട് വിശുദ്ധ മണവാട്ട് സഭയിൽ നിന്ന്, അല്ലെ? സഭയുടെ ശേഷിപ്പുള്ള സ്ത്രീയിൽ നിന്നുള്ള സന്തതികൾ അവിടെയുണ്ട്. എന്തുമാകട്ടെ, അതിൽ യഹൂദന്മാരുടെ 1,44,000 പേരെ മുദ്രയിട്ട് മാറ്റുകയാണ്. അവരെ പിന്നെ ആർക്കും തൊടാൻ കഴിയത്തില്ല. അവരാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് ഇതേ ഫ്ലഷിൽ, ഇതേ ശരീരത്തിൽ കടക്കാൻ പോകുന്നവർ. മനസ്സിലാവുന്നുണ്ടോ? 1,44,000 പേര് യഹൂദന്മാർ, ഇസ്രായേൽ മക്കൾ. ദൈവം ഈ 1-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ പഠിക്കുമ്പോൾ, ഇവിടെ അതിലില്ല, വായിക്കുമ്പോൾ അവിടെ ദൈവം മുദ്രയിട്ട് മാറ്റുകയാണ്. അവരാണ് 1000 ആണ്ടിലേക്ക് ഇതേ ശരീരത്തിൽ കടക്കാൻ പോകുന്നവർ. ഓക്കെ, ജാതികളുമുണ്ട്. ഒരു യഹൂദന്റെ തൊങ്ങലെ പിടിച്ചുകൊണ്ട് 10 ജാതികൾ വെച്ചും കടക്കും. അത് വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ, അത് വിട്ടേക്കത്. ഓക്കെ, ഇത്ര മനസ്സിലായി നിങ്ങൾ? എന്നിട്ട് ഇത് പറഞ്ഞിട്ട് 7 വർഷ പീഡനകാലത്തിൽ മുദ്രയിട്ടവരെ കുറിച്ച്, ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിട്ട് താഴേക്ക് പറഞ്ഞു വരുന്നൊരു വാക്യമുണ്ട്. 9-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ. അത് ഇതിൻ്റെ ശേഷം, ഏതിനു ശേഷമാ? കുറെ മുദ്രയിട്ട ആൾക്കാരെ കുറിച്ച് പറഞ്ഞ ശേഷം പറയുക. അപ്പോൾ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തിരി കൺഫ്യൂഷൻ വരും, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. 2 ഭാഗം, അല്ലേ? 3.5 വർഷം. ആദ്യത്തെ 3.5 വർഷം എതിർ ക്രിസ്തുവിന് അധികാരം ലഭിക്കുകയാണ്. നേരത്തെ തൊട്ടുമോളി വായിച്ചില്ലേ? 3.5 വർഷക്കാലം ദൈവം മുഴുവൻ അധികാരവും എതിർ ക്രിസ്തുവിന് കൊടുക്കുകയാണ്. ആ കാലഘട്ടത്തിൽ, പിന്നീട് പഠിക്കും നമ്മൾ, ആ കാലഘട്ടത്തിൽ ഈ യഹൂദന്മാരുമായിട്ട് ഇവർ ടൈപ്പിലായിട്ട് ആലയം പണി നടക്കും. അപ്പോൾ ആദ്യത്തെ 3.5 വർഷം യഹൂദന്മാർക്ക് നല്ല കാലമാണ്. മറന്നു പോകരുത്. ആ 3.5 വർഷക്കാലം കൈവിടപ്പെട്ടു പോയ വിശുദ്ധന്മാർക്ക് കഷ്ടകാലമാണ്. അവരെ ജയിപ്പാൻ, അവരെ കൊന്നുകളയുവാൻ അധികാരം ദൈവം പിശാചിനല്ല, എതിർ ക്രിസ്തുവിന് കൊടുക്കുകയാണ്. സാത്താൻ സെയിം തന്നെയാ, കൊടുക്കുകയാണ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ 3.5 വർഷക്കാലം ഇസ്രായേൽ ജനവും യഹൂദ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവായിട്ട് നല്ല കൂട്ടാ. പക്ഷേ 3.5 വർഷക്കാലത്തെ നടുവിൽ, മധ്യത്തിൽ, അവിടെ ആലയത്തിൽ ഹനനയാഗവും ഭോജനയാഗവും ഇവൻ കയറി മുടക്കിക്കളയും. അപ്പം 3.5 വർഷക്കാലം കഴിഞ്ഞു, ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ ഇടയിലെ കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിനിടയിൽ 3.5 വർഷം ഇവിടെ കഴിഞ്ഞു, ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. അതിനിടയിൽ, ആ ഗ്യാപ്പിൽ ഈ എതിർ ക്രിസ്തു ആലയത്തിൽ കയറി നിന്നിട്ട് ഹനനയാഗവും ഭോജനയാഗവും നിർത്തായി കളയും. അതുമാത്രമല്ല, പന്നിയെ യാഗമർപ്പിക്കും. എന്തുവാകട്ടെ, പഴയ നിയമത്തെക്കുറിച്ച് അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പിന്നീട് എടുക്കും സമയമുള്ളതുപോലെ. അതുപോലെ ഇവനും ആലയത്തിൽ കയറി എന്നെ ആരാധിക്കാൻ പറയും. അന്നാണ് ഈ യഹൂദന്മാരുടെ ബുദ്ധി തെളിയുന്നത്. ഓക്കെ, കുത്തിയമംഗലേക്ക് നോക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും, ഇന്നല്ലെങ്കിൽ അടുത്ത ആഴ്ച മനസ്സിലാവും ഈ വാക്കുകൾ എന്താണ്, അല്ലേ? അപ്പോൾ ഈ 3.5 വർഷം, ആദ്യത്തെ 3.5 വർഷക്കാലം അവർ എതിർ ക്രിസ്തുവായിട്ട് നല്ല ടൈപ്പിലാണ്. ആലയം പണി നടക്കുന്നു, അല്ലേ? ലോകം മുഴുവനും വ്യാപകമായ ബിസിനസ് നടക്കുന്നു. പക്ഷേ ആ മധ്യത്തിൽ എതിർ ക്രിസ്തു അവർ ആലയത്തിൽ കയറി നിൽക്കുമ്പോൾ അവർക്ക് ബുദ്ധി അല്ലേ വരുന്നത്. ആ സമയത്താണ് ഇവർ എതിർ ക്രിസ്തുവിനെ തള്ളിപ്പറയുമ്പോൾ ദൈവം, അല്ലെങ്കിൽ യഹോവയായ ദൈവം അവരുടെ നെറ്റിമേൽ മുദ്രയിടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതേ സമയത്ത് ശ്രദ്ധിക്കണേ, അതേ സമയത്ത് മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഇത് എവിടെയാ സംഭവിക്കുന്നത്? കഴിഞ്ഞ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 3.5 വർഷം കഴിഞ്ഞു, അടുത്ത 3.5 വർഷം. എതിർ ക്രിസ്തുവിനെ വാഴ്ച എത്ര വർഷമാ? 7 വർഷമാ. പക്ഷെ തൊട്ടുമോളിൽ നമ്മൾ വാക്യം വായിച്ചു, നിനക്ക് ഒരു കാലം, ഇരുകാലം, അരക്കാലം ഭൂമിയുടെ മേൽ അധികാരം ലഭിക്കുകയാണ്. എത്ര മനസ്സിലായോ? അപ്പൊ അത് കഴിയുമ്പോഴാണ് അവൻ ഇവരുടെ ആലയത്തിൽ കയറി നിൽക്കും. പേടിക്കാൻ നമുക്ക് കയറി നിൽക്കുമ്പോൾ അതേ സമയം 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, 1,44,000 പേരെ അവരെ മുദ്രയിട്ട് ദൈവം വേർതിരിക്കുന്നുണ്ട്, യഹൂദന്മാരെ, ഇതേ ഫ്ലഷിൽ, അല്ലേ? അതേ സമയം
വേറൊരു കൂട്ടരെ ചേർപ്പാൻ വേണ്ടി യേശു വീണ്ടും വരുന്നുണ്ട്. അവിടെ കൺഫ്യൂഷൻ വരും, നമുക്ക് പേടിക്കൊന്നും വേണ്ട. പിന്നീട് ഇത്രയും കൂടെ കേട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും. കാരണം നിങ്ങൾക്ക് ഇനി മനസ്സിലാകാൻ വേണ്ടി പറയാം. ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ പല വാക്കുകളും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കുണ്ട്. പക്ഷേ നാം പ്രസംഗിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് പ്രസംഗിക്കും. അത് അറിവില്ലാത്തത് കൊണ്ടാണ്. ഒന്ന്, കള്ളനെ പോലെ വരുന്ന യേശു കർത്താവിനെ കുറിച്ച്. അവൻ കള്ളനായിട്ടല്ല, അതുപോലെ പെട്ടെന്ന് വന്ന് ചേർത്തുകൊണ്ട് പോകും. രണ്ട്, അർദ്ധരാത്രി വരുന്ന മണവാളിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? അപ്പൊ എന്താ ഈ രണ്ടു തമ്മിൽ വ്യത്യാസം? അർദ്ധരാത്രി വരുന്ന മണവാളൻ വായിച്ചിട്ടില്ല നിങ്ങൾ? രണ്ടും ഒന്നൊന്നും അല്ല, രണ്ടും നിങ്ങൾ നമ്മൾ എല്ലാം വേർതിരിച്ച് പഠിക്കാൻ പോവുകയാണ് നമ്മളൊക്കെ. അർദ്ധരാത്രി വരുന്ന മണവാളൻ, അതിനർത്ഥം 3.5 വർഷം കഴിഞ്ഞ് 3.5 വർഷത്തിന് മുമ്പിൽ മധ്യത്തിൽ വരുന്ന മണവാളൻ. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അർദ്ധരാത്രി വരുന്ന മണവാളൻ എന്തുമാകട്ടെ അത് മനസ്സിലിരിക്കട്ടെ, വരും ദിവസങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. എന്നിട്ട് വായിക്കുന്നത്, ഇതിനുശേഷം മക്കളെ മുദ്രയിട്ട ശേഷം ഒരു കൂട്ടം ജനത്തെ അവിടെ കാണാൻ പറ്റുന്നു. ഒരു വിശുദ്ധന്മാരായ ഒരു കൂട്ടം ജനങ്ങൾ അവിടെ നിൽക്കുന്നു. യേശു അവരെ ചേർപ്പാൻ വേണ്ടി വരികയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് ചേർത്ത് പറയാം, നമ്മെ ചേർപ്പാൻ, മണവാട്ടിയെ ചേർപ്പാൻ യേശു ആകാശത്ത് വരും. ആക്കി പറ. എന്നിട്ട് എങ്ങനെയാ വരുന്നത്? നമ്മളെങ്ങനെയാ പോകുന്നത്? ഹോണ്ട സിറ്റി കാറിന് കൊണ്ടുപോകുന്നില്ല. ആകാശത്ത് വന്നിട്ട് മേഘം താഴേക്കിറങ്ങി നമ്മെ ചേർത്തോണ്ട് പോകും. അല്ലേ? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ വീണ്ടും യേശു മേഘത്തിൽ വരും. അന്ന് ദൂതന്മാർ വന്ന് ചേർത്തോണ്ട് പോകും. വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? വ്യത്യസ്തമായ ചെറിയ ചെറിയ വാക്യങ്ങളാണ്, പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തുവാകട്ടെ, വിടുകയാണ്. അപ്പോൾ ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷയിൽ നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ, സകല ജാതികളിലും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഉള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം. അപ്പൊ ഒന്നും രണ്ടും അല്ല കൈവിടപ്പെടാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ഓർത്തോ, നോഹയുടെ കാലഘട്ടത്തിൽ 8 പേർ, ഇസ്രായേൽ വിടിവിക്കപ്പെട്ടവർ 6 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം, അവസാനം 60 ലക്ഷമായി. എന്നിട്ടും അകത്ത് കയറ് 2 പേർ. മനസ്സിലാക്കിയ? അത് നിങ്ങളെ കണ്ണിൽ വെച്ചുകൊണ്ട്, ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ വലിയ പുരുഷാരം കൈവിടപ്പെടാൻ പോവുകയാണ്. പേടിയാണോ? നമുക്ക് എന്ത് പേടിയല്ലേ? എന്ത് നോക്കിട്ട്. അപ്പൊ ഇവിടെ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയൊക്കെ ധരിച്ച് കുരുത്തലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പായി നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു കൂട്ടം വിശുദ്ധന്മാർ നിൽക്കുകയാണ്. നമ്മൾ പൊതുവേ ആത്മീയഗോളത്തിൽ പഠിപ്പിക്കുന്നത് ഇതൊക്കെ വിശുദ്ധന്മാരാണെന്ന. അങ്ങനെയൊന്നുമല്ല. മണവാട്ടിയാണെന്ന് പറയുന്നത് ഒന്നുമല്ല. ഇത് വേറൊരു കൂട്ടമാണ്. സകല ജാതിയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിന്റെ ദാനമെന്ന് അവർ അത്യക്ഷത്തിലാർത്തുകൊണ്ടിരുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പറയും ഹല്ലേലൂയ. അങ്ങനെ അന്ന് ആരും പറയണ്ട. നമ്മളല്ല ഇത്. എന്ത് മിണ്ടാതിരിക്കുന്നത്? നമ്മളിതൊക്കെ കേൾക്കുമ്പോഴേ ഇതൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര തുല്യ. ഒന്നും നമ്മളൊന്നും അല്ല ഇത്. ഹല്ലേലൂയ. ഒരു കൈവിടപ്പെട്ടു പോയ വിശുദ്ധന്മാരെ കുറിച്ച് പറയുക. രക്ഷ എന്നുള്ള സിംഹാസനം ഇരിക്കുന്നവരായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിന് ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിനും മുപ്പന്മാരുടെ 4 ജീവികളുടെ ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു.
അപ്പോൾ ഒരു സംഭവം സംഭവിക്കുക അല്ലേ, മറ്റവരെ 1,44,000 യഹൂദന്മാരെ മുദ്രയിടുമ്പോൾ അവരെപ്പോഴാണ് മുദ്രയിടാൻ പോകുന്നത് പിന്നീട് പഠിക്കാം അല്ലേ. അതേ സമയം തന്നെ വേറൊരു വലിയ പുരുഷാരത്തെ സ്വർഗത്തിൽ കാണുകയാണ്. അപ്പോൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, ഒരു വലിയ പുരുഷാരം നിൽക്കുക, ഇതുപോലെ കുരുത്തോല ഏന്തിക്കൊണ്ട്. കുരുത്തോല പെരുന്നാളല്ല, അങ്ങനെ പെരുന്നാൾ കൂടിയ ആൾക്കാരാണ് അവിടെ കിടക്കുന്നത്. അവരല്ല, ഇത് വേറൊരു കൂട്ടരാ അല്ലേ. കുരുത്തോല ഏന്തിയായിട്ട് അവർ നിൽക്കുകയാണ്. ഇത് യോഹന്നാൻ അപ്പോസ്തലനൊന്നും മനസ്സിലായില്ല. അപ്പോസ്തലനാണല്ലോ. വെളിപ്പാടിനെ കുറിച്ച് നമ്മൾ ആഴമായി പിന്നീട് എപ്പോഴും പഠിക്കാൻ നമുക്ക് എപ്പോഴും ശ്രമിക്കാം. അതിനെക്കുറിച്ച് ആഴമായി പുസ്തകം, വെളിപ്പാട് പുസ്തകം തുടക്കത്തിൽ തന്നെയുണ്ട്. ഉള്ളതും അല്ലേ, ഉണ്ടായിരുന്നതും ഉള്ളതും വരാനിരിക്കുന്നതും. ഓക്കെ, ഇതിനെക്കുറിച്ച് യോഹന്നാനെ പഠിപ്പിക്കുമ്പോൾ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ യോഹന്നാനൊന്നും മനസ്സിലാകില്ല. യോഹന്നാൻ ചോദിക്കുക, മൂപ്പന്മാരിൽ ഒരുത്തനോട് വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവനാർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുകയാണ്. ആത്മാവിലാണല്ലോ ആത്മാവ് ഗ്രഹിച്ചറിയുക. യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. നമ്മുടെ കഷ്ടമല്ല, നമ്മുടെ മഹാകഷ്ടമൊന്നും ആയിട്ടില്ല. ഇടക്കിടക്ക് ഞോണ്ടലും ചിക്കലും അല്ലേ, ഞോണ്ടലൊക്കെ മാത്രമേ ഉള്ളൂ. അത് വലിയ മഹാകഷ്ടമൊന്നുമല്ല. എന്തുവാകട്ടെ, ദൂതോട് ചോദിക്കുക, ദൂത ഇവരെവിടെ നിന്ന് വന്നു? യജമാനൊക്കെ അറിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൂതൻ പറയുക, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അവർ കുഞ്ഞാൻ രക്തത്തിൽ തങ്ങളുടെ അങ്കിയെ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയൊന്നും പറയണ്ട, നമ്മളും അല്ല. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കിയെ അലക്കി വെളുപ്പിച്ചവരാണ്. എനിക്കറിയാം ഇത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണെന്നും അറിയാം. പക്ഷെ ഇത് കേട്ട് 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 തഴമ്പിക്കണം, വേറെ വഴിയില്ല. അത് കിട്ടും ഇത് കിട്ടുന്നല്ല, ഇതൊക്കെ കേട്ട് കേട്ട് തഴമ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്നാലും നമുക്ക് പതിയെ ഇനി വീട്ടിൽ പോയി ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അല്പമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങും. വീണ്ടും കേൾക്കുമ്പോൾ വീണ്ടും അല്പം കഴിക്കും. ഓക്കെ, എന്തുമാകട്ടെ. അപ്പോൾ ദൂതൻ പറയുക, ഇവർ വെറുതെ വന്നതല്ല, കുഞ്ഞ് മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസന മുമ്പിൽ ഇരുന്നു അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അപ്പറ നല്ല കൂട്ടരാണ് ഇവർ, മോശക്കാരൊന്നുമല്ല. ഇവർ കുഞ്ഞാടിന്റെ സിംഹാസനത്തിന്റെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കേ, എവിടെയാ എവിടെയെന്ന നിത്യത മുഴുവൻ എവിടെയാ ഇവർ ആരാധിക്കാൻ പോകുന്നത്? മുമ്പിലാ. സിംഹാസനം ആരാ? മോളിൽ പഠിക്കുന്ന വാക്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കൂട്ടിച്ചേർക്ക. നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സും ഒന്നിനോടൊന്നും ഉടക്കത്തില്ല, എല്ലാം ചേർന്നിരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പിക്കാം, അത് തമ്മിൽ ചേർന്ന വചനങ്ങളാ ഈ മോളിൽ പഠിക്കുന്നത്. ഞാൻ ജയിച്ച് പിതാവിന്റെ സിംഹാസനം അയക്കുന്ന പോലെ നിങ്ങളും ജയിച്ച് സിംഹാസനം മുമ്പിലല്ല, സിംഹാസനം. ഇതുകൊണ്ടോ ഇവരെവിടെയാ? ഇവർ സിംഹാസനം മുമ്പിലാ. വ്യത്യാസങ്ങൾ മനസ്സിലായി, ചെറിയ വ്യത്യാസങ്ങളാ. കുഞ്ഞാണ്ട് രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരാ അല്ലേ, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ, ഒക്കെ ശരി തന്നെയാ. പക്ഷേ മണവാട്ടിയല്ല, പുത്രത്വം ലഭിക്കത്തില്ല ഇല്ലേ, ജയാളികളല്ല. ഏതാണ്ട് പിടുത്തം കിട്ടിക്കാണോ അല്ലേ? നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അടുത്ത ആഴ്ച കൂടെ എടുക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. എന്നിട്ട് പറയാ, ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇത് വേറെ ആരുമല്ല. ഇതിന് ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഇതിന് ശേഷം എന്ന് പറയുമ്പോൾ ഒരു പറ്റം യഹൂദന്മാരെ മുദ്രയിട്ട ശേഷം ആദ്യത്തെ 3.5 വർഷക്കാലം യഹൂദനും എതിർ ക്രിസ്തുവും ഭയങ്കര കൂട്ടാ. ഇറാഖില് ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സാമ്രാജ്യം, വാണിജ്യ സാമ്രാജ്യമൊക്കെ അന്ന് അവിടെ ഉണ്ടായിരിക്കും. അത്രയും വലിയ ആൾക്കാരാണ് അവർ. പക്ഷേ അവരുടെ 3.5 വർഷം കഴിയുമ്പോൾ അവരുടെ ആലയത്തിൽ അവൻ കയറിയിരുന്ന് പറയും, എന്നെ ആരാധിക്കാൻ പറയും. അപ്പോഴാണ് ഇവിടെ കണ്ണു തുറക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് വെച്ച് പഠിച്ചോ.
അവൻ കുത്തിയവങ്കിലേക്ക് നോക്കി, അവർ കുത്തിയവങ്കിലേക്ക് നോക്കി എന്ന വാക്ക് നിങ്ങൾക്ക് പല സഖരിയാ പ്രവചന പുസ്തകത്തിലും നമ്മുടെ പുതിയ നിയമത്തിലൊക്കെ ഈ വാക്ക് പല ആവർത്തിച്ച് പറയുന്നുണ്ട്. കുത്തിയവങ്കിലേക്ക് നോക്കുന്നത്, അല്ലേ? ആരാ കുത്തിയത്? പണ്ട് യേശു ക്രൂശിൽ മരിക്കുമ്പോൾ കുത്തിയവര് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും, അല്ലേ, ആ രക്തം കണക്ക് ചോദിച്ചോന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തവർ, കുത്തിയവർ മാനസാന്തരമില്ലാതെ ഇന്നും ജീവിക്കുന്നു. പക്ഷെ അവർക്ക് മാനസാന്തരം വരും. അനുതാപത്തിൻ്റെ, അത് പിന്നീട് എടുക്കാം, സമയമുള്ളവരെടുത്ത്, അനുതാപത്തിൻ്റെയും ഒക്കെ ആത്മാവിനെ ദൈവം പകർന്നു കൊടുക്കുമ്പോൾ അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. 3.5 വർഷം കഴിയുമ്പോൾ അന്നാണ് വേറൊരു കൂട്ടം ജനത്തിന് രക്ഷ കിട്ടുന്നത്. ഏതാണ്ട് ഇവിടുത്തെ കിട്ടിയോ? അവർ കുഞ്ഞാടിന് ആദ്യത്തെ 3.5 വർഷം പീഡനകാലത്ത് നിന്ന്, അല്ലേ, അയച്ചല്ലേ, അധികാരം ലഭിച്ചു. അവരെ എങ്ങനെയാണെന്ന് പിന്നീട് പഠിക്കാം. അവരെ കൊന്നുകളഞ്ഞു. അവർ കുരുത്തോലയിൽ നിൽക്കുന്നൊരു കാഴ്ചയാണ് യോഹന്നാൻ കാണുന്നത്. എല്ലാം ഒരേ സമയം സംഭവിക്കുക. എന്തുമാകട്ടെ, നമുക്ക് ഇത്തിരി കൂടെ വീട്ടിൽ പോയി ഈ പുസ്തകങ്ങളൊക്കെ അധികം വീട്ടിൽ പോയി വായിക്കുക. അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾ ആത്മാവി പറയും, കുഞ്ഞുങ്ങൾ ആത്മാവി പറയും, നമുക്ക് വായിച്ചിട്ട് പറയാം. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്.